വലിയ ജനപ്രീതി നേടിയ യൂട്യൂബർ തൊപ്പി എന്നറിയപ്പെടുന്ന മുഹമ്മദ് നിഹാലിനും സുഹൃത്തുക്കൾക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളും പരാതികളുമാണ് ഉയർന്നിരിക്കുന്നത്. പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്ന ഗ്യാങ്ങിൻ്റെ പരസ്പര ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും പുതിയ ചർച്ചകൾക്കും ആശയങ്ങൾക്കും ഒക്കെയാണ് വഴിവെച്ചിരിക്കുന്നത്. ഇത് ആദ്യമായല്ല തൊപ്പി വിവാദങ്ങളിൽ നിറയുന്നത്. 2023 വളാഞ്ചേരിയിലെ ഒരു ഉദ്ഘാടന പരിപാടിയിൽ നൂറുകണക്കിന് കുട്ടികൾ തൊപ്പിയെ കാണാൻ തടിച്ചുകൂടി. കേരളത്തെ അത് അത്ഭുതപ്പെടുത്തി. അശ്ലീല പരാമർശം, സ്ത്രീവിരുദ്ധത തുടങ്ങിയ ആരോപണങ്ങളും കേസുകളും അന്ന് ഉയർന്നു. തൊപ്പിയും കൂട്ടരും ഇൻഫ്ലുവൻസർമാരാണ്. ഇവരാണ് പുതിയ തലമുറയെ സ്വാധീനിക്കുന്നത്. ഇവരെയാണ് പുതിയ തലമുറ ആരാധിക്കുന്നത്, മാതൃകയാക്കുന്നത്. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലുമായി ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഇവർ കാണുന്നത്. ഇന്നത്തെ കൗമാരക്കാരുടെ ഭാഷയും ജീവിതശൈലിയും ചിന്തകളുമൊക്കെ ഇവർ സ്വാധീനിക്കുന്നു. വൈറലാകുന്നതാണ് ജീവിത വിജയം എന്ന് ചിലർ കരുതുന്നു. കാഴ്ചക്കാരെ പിടിത്തിരുത്താൻ വേണ്ടി വിവാദങ്ങളും അശ്ലീലവും അധിക്ഷേപവും ആക്രമണാത്മക ഭാഷയും സാധാരണവൽക്കരിക്കപ്പെടുകയാണ്. ഫോളോവേഴ്സിൻ്റെ എണ്ണവും യൂട്യൂബ് കാഴ്ചക്കാരുടെ എണ്ണവും മാത്രമാണോ ഒരാളെ മാതൃകയാക്കാനുള്ള മാനദണ്ഡം? തൊപ്പിക്കെതിരായ പരാതികളുടെ സത്യാവസ്ഥ എന്താണ്? നിയമം അതിൻ്റെ വഴിക്ക് നീങ്ങുമോ? അതാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം നിരവധി പ്രേക്ഷകർ യൂട്യൂബിലും ഒപ്പം ടെലിഫോണിലും ചേരുന്നു. ആദ്യം കോഴിക്കോട് നിന്ന് ഫാദർ സാമുവലാണ്. ഫാദർ സാമുവൽ, അങ്ങയുടെ ചെറുപ്പകാലത്ത് ഇങ്ങനെ തൊപ്പിയെപ്പോലെ ഒരാൾക്ക് സമൂഹത്തിൻ്റെ എല്ലാ ശ്രദ്ധയും പിടിച്ചുപറ്റാൻ കഴിയും എന്നൊരിക്കലും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇന്ന് തൊപ്പിയും കൂട്ടരുമൊക്കെ സമൂഹത്തിൻ്റെ ചർച്ചാ വിഷയമായി വരുന്നു. ഇത് ഒരു സാധാരണ വിഷയമല്ല. സോഷ്യൽ മീഡിയയിലൂടെ അശ്ലീല പ്രദർശനം, സ്ത്രീവിരുദ്ധത ഇതൊക്കെ പറഞ്ഞതിൻ്റെ പേരിലാണ് ഇവർക്കെതിരെ പരാതി വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതിനെതിരെ ഒരു അഭിഭാഷകനായ ശ്രീജിത്ത് പെരുമന പരാതി നൽകുന്നു. DGP റവട ചന്ദ്രശേഖർ ഇത് അന്വേഷിക്കാനായി ഉത്തരവിടുന്നു. കേസ് സൈബർ ഓപ്പറേഷൻ SP അങ്കിത് അശോകിന് ആണ് കൈമാറിയിരിക്കുന്നത്. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഇത് സംബന്ധിച്ച ഒരു അറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൊപ്പിയും സംഘവും ഇങ്ങനെ നിരവധി കേസുകളിൽ പ്രതികളാണ് എന്ന തരത്തിലാണ് വരുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ അശ്ലീല പ്രദർശനം, ലഹരി ഉപയോഗം, സൈബർ കുറ്റകൃത്യം, മാനസിക ശാരീരിക പീഡനം, ഭീഷണിപ്പെടുത്തൽ തുടങ്ങി വിവിധ കുറ്റകൃത്യങ്ങൾ കാണിച്ചതായിട്ടൊക്കെ ഈ പരാതിയിൽ പറയുന്നു. അതുപോലെ പലതരം വെളിപ്പെടുത്തലുകൾ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ ഇവർ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മയക്കുമരുന്നിൻ്റെ ഉപയോഗം, അതുപോലെ ആളുകളെ ഇങ്ങനെ ആക്രമിക്കൽ, ഒപ്പം ലൈംഗികമായ ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇവരെ സംബന്ധിച്ചുള്ള പരാതിയായി വരികയാണ്. അപ്പോൾ എന്നോടൊപ്പം ശിവദാസൻ ബാലരാമപുരത്ത് നിന്ന് ചേരുന്നു. ശിവദാസൻ ഈ തൊപ്പിയുടെ പരിപാടിയൊക്കെ കാണാറുണ്ടോ? നമ്മൾ കാണാറുണ്ട്. എങ്ങനെയാ ഈ തൊപ്പി എങ്ങനെയാണ് യുവാക്കളെ സ്വാധീനിക്കുന്നുണ്ടോ ശിവദാസൻ? തൊപ്പിയെക്കാളും മോശമല്ലേ യുവാക്കൾ, ഇപ്പോഴത്തെ യുവാക്കള്? യുവതിയായാലും യുവാക്കളായാലും സ്ത്രീ ആയാലും പുരുഷനായാലും 13, 12, 10 വയസ്സ്, അതായത് 6ാം ക്ലാസ് കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള യുവാക്കളും യുവതികളും തൊപ്പിയെക്കാളും മോശമാണ്. അപ്പോ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ആരോപണം അങ്ങ് ഉന്നയിക്കുന്നത്, ഈ യുവാക്കളെല്ലാം മോശക്കാരാണ്? ഇല്ല, അതുകൊണ്ടല്ലേ അവിടെ ചെന്ന 10 എതിരേക്കാൻ വേണ്ടി പോയിരുന്നത്. എല്ലാവരും മോശക്കായിട്ട് പറഞ്ഞില്ല സാർ. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കുടുംബത്തില് ഒരു ഏറ്റവും വീട്ടിന്റെ ഗൃഹനാഥനാണ് അത് നേരെ കൊണ്ടുപോകേണ്ടത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ തൊപ്പിയുടെ ഇതിൽ നിന്ന് അങ്ങ് എന്താണ് മനസ്സിലാക്കുന്നത്, ഇത് കാണുന്നതിൽ നിന്ന്? തൊപ്പി കാണിക്കുന്ന ഇന്നത്തെ കലിയുഗത്തിന്റെ അവതാരമായി എടുക്കുന്ന കാര്യങ്ങളിൽ ചില ആൾക്കാരെ അദ്ദേഹം കൂട്ടി നിൽക്കുന്നു. അത് നമുക്ക് ഞാൻ ചോദിക്കുന്നത്, അത് ഏത് തരത്തിലാണ് ഈ തൊപ്പിക്ക് ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നത്? സ്വാധീനിക്കുന്നത് സാറാ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ യുവാക്കൾ അതേപോലെ മൈൻഡുള്ള ആൾക്കാരുണ്ട്. അത് അങ്ങനെ അംഗീകരിക്കും. അതെനിക്ക് മനസ്സിലായി. അങ്ങനെ അതേ മൈൻഡുള്ള ആളുകളാണല്ലോ സ്വാഭാവികമായി. അല്ല, തൊപ്പിയുടെ എന്താണ് അതിലൊരു പ്രത്യേകതയായി തോന്നുന്നത്? മുടിയാണോ? ഒരു പ്രത്യേകതയും തൊപ്പിയുടെ ഹെയർ സ്റ്റൈൽ അങ്ങേക്ക് ഇഷ്ടമാണോ? തൊപ്പിയുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? ഹെയർ സ്റ്റൈൽ സാറെ മുടി വളർത്തുന്ന അതിനേക്കാളും നല്ല രീതിയിൽ ആൾക്കാർ വളർത്തുന്നില്ലേ? മുടി വളർത്തുന്നാലും അത് പന്നി രവീന്ദ്ര സഖാവ് വളർത്തുന്നില്ലേ? അതുപോലെയാണ്. അങ്ങ് എനിക്ക് തോന്നുന്നു തൊപ്പിയെ ശരിക്കും കണ്ടിട്ടില്ലെന്നാണ്. ഓക്കെ, ദിവാകരൻ തലശ്ശേരിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ദിവാകരൻ, ഈ
ശ്രീ ദിവാകരൻ, സാറേ ഈ തൊപ്പിയുടെ ഇതൊക്കെ കാണാറുണ്ടോ ശ്രീ ദിവാകരൻ? ആ ഉണ്ട് 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 അതായത് റെസ്പെക്ട് മേനെ ഡിസിപ്ലിൻ ഇല്ലാതെ മനുഷ്യന് പറ്റാതെ കളിയായി പിള്ളേരെല്ലാം കളിക്കുന്നത്. അല്ല, ഈ തൊപ്പിയുടെ ഹെയർ സ്റ്റൈലിനെ പറ്റി ഞാൻ ചോദിക്കുകയാണ്. അത് കൊള്ളാവുന്നോ? എന്ത് കൊള്ളാതെ ഇത് എന്തെല്ലാം കോലം കെട്ടുന്നു, എന്ത് കോലം മനുഷ്യനായിട്ടല്ലേ നടക്കണ്ടല്ലോ. എനിക്ക് അതിന് തുള്ളിക്കാൻ കുറയണ്ണു. എന്തെന്നാ ഇത് സമുദായത്തിന് പറ്റുന്നല്ലേ ചെയ്യണ്ട്. കാലത്തിനനുസരിച്ചിട്ട് അത് അതേപോലെ സ്വഭാവവും കാര്യവും അതീതും കുറെ ഇതും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശശിധരൻ വയലാർ എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ശശിധരൻ വയലാർ, ഈ തൊപ്പിക്കെതിരെ നിയമ നടപടിയുടെ ആവശ്യമുണ്ടോ? നമസ്കാരം മനു. നമസ്കാരം. അതേപ്പറ്റി പറയുമ്പോൾ ഒരു 2 മിനിറ്റ് വേണം. അതായത് തൊപ്പി, ചെകുത്താൻ, പിന്നെ പപ്പു, പരമു, ഇങ്ങനെ എത്ര പേരിലാണ് ഈ കോപ്രായങ്ങൾ വരുന്നത്. ഇതിനൊന്നും ഒരു അവസാനം ഉണ്ടാകില്ല. ഇത് ഓരോ പക്ഷേ ഇത് ജനങ്ങൾക്ക്, ചില ആളുകൾക്ക് ഇത് വലിയൊരു കൗതുകമായി തോന്നുന്നത് കൊണ്ടാണ് അത് ഇവരെ വലിയ തോതിൽ ആരാധിക്കുന്നത്. അതേ ഈ സന്മാർഗം എന്ന് പറയുന്നു, അസാൻമാർഗം എന്ന് പറയുന്നത് രണ്ടും നമ്മുടെ ഭൂമിയിലുള്ളതാണ്. അസാൻമാർഗത്തിലോടാണ് ഇപ്പം കൂടുതൽ പേർക്ക് യുവതലമുറയ്ക്ക് താല്പര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വല്ലാത്ത പ്രോത്സാഹനം കിട്ടുകയാണ്. നമ്മളിപ്പോ തൊപ്പിയുടെ ഒരു തീരെ മോശം കമന്റ് നമ്മൾ അതിനെതിരെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ നമ്മളെ ഉടനെ നല്ല ചെറിയ വിഷയമായിരിക്കും. കാരണം ഈ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ തുറന്നു കഴിഞ്ഞാൽ എത്ര പ്രസവിക്കാത്ത പെൺകുട്ടികൾക്കും ചിലപ്പോ മാറ്റം ഉണ്ടായേക്കും. അങ്ങനെ എനിക്ക് ഞാൻ സൈഡിട്ട് പറയുകയാണ്. കാരണം ഇപ്പൊ പിള്ളേർ തിരക്കുമ്പം നമ്മൾ ഉടനെ ഈ നെറ്റ് ഓഫ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. കാരണം ഫോണ് അത് നെറ്റ് ഓഫ് ചെയ്താൽ പിന്നെ ഇത് കിട്ടത്തില്ല. കാരണം വളരെ ദയനീയാവസ്ഥയാണ്. ഇവന്റെ ആ വേഷവും പാവവും കണ്ടു കഴിഞ്ഞാൽ ഇവനേതാണ്ട് വലിയ സിനിമാ നടനോ അതായത് വലിയ അങ്ങേറ്റ താളമാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഇത് കേട്ടാൽ എന്നെ തെറി പറയുമായിരിക്കും. പക്ഷെ എനിക്കത് പേടിയൊന്നുമില്ല. കാരണം വളരെ ദയനീയമാണ് നമ്മുടെ അവസ്ഥ. ഇപ്പൊ സോഷ്യൽ മീഡിയ വളരെ അധികം പ്രേക്ഷകരുള്ളതുകൊണ്ട് അതിൽ അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. റഹീമ എന്നോടൊപ്പം ചേരുന്നത് കോഴിക്കോട് നിന്നാണ്. ഈ റഹീമയൊക്കെ തൊപ്പിയുടെ ഇത് കാണുന്നുണ്ടോ ശ്രീമതി റഹീമ? കാണുന്നുണ്ടോ? തൊപ്പി ഇഷ്ടമാണോ? തൊപ്പി അടിപൊളിയല്ലേ? തൊപ്പി അവർക്ക് മോഡലല്ലേ? ഇത് പുതിയ തൊപ്പിയൊക്കെ ടെന്നീസ് കളിക്കുമ്പോഴും ക്രിക്കറ്റ് കളിക്കുമ്പോഴൊക്കെ അടിപൊളിയല്ലേ? അല്ല, ആ തൊപ്പിയല്ലേ ഞാൻ പറയുന്നത്. യൂട്യൂബിലെ തൊപ്പിയെ കുറിച്ചാണ്. ഈ ക്രിക്കറ്റ് കളിക്കുമ്പോഴൊക്കെ അല്ലേ എനിക്ക് തോന്നുന്നു എനിക്ക് എന്ത് തെറ്റ്. ഞാൻ ടി വിയിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് അത് ക്ലിയർ അല്ലാത്ത ശ്രീമതി റഹീമ. അത് മോഡലല്ലേ, ഫാഷനായിട്ട് ഇടണല്ലോ അവര്. അതിപ്പോ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഫാഷനല്ലേ ഇപ്പോഴത്തെ കാലത്ത്. അപ്പൊ കുഴപ്പമൊന്നുമില്ല. തൊപ്പിയെ പോലെയുള്ള ആളുകൾക്ക് ഇരിക്കുന്നതുകൊണ്ട് തെറ്റൊന്നും ഇല്ലെന്നാണ് ശ്രീമതി റഹീമ കരുതുന്നത് അല്ലേ? ജീൻസും പാന്റും തൊപ്പിയൊക്കെ ഇട്ടിട്ട് മോഡലല്ലേ ഇപ്പൊ അതൊക്കെ. അതിനിപ്പോ എന്താ അഭിപ്രായം പറയാനാ? അവരെ ഓരോരുത്തരും ഇഷ്ടല്ല അത്. ശരി, എനിക്ക് തോന്നുന്നു. ഓക്കെ, വ്യക്തമാണ്. ശ്രീ സുബൈർ എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ സുബൈർ, ഈ തൊപ്പി ഇപ്പോൾ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ വന്നിരുന്നു. അപ്പോൾ വീട്ടിൽ ഡ്രഗ്സ് ഉണ്ട്, മയക്കുമരുന്നുണ്ട് എന്നൊക്കെ തനിക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം വെറും വ്യാജമാണ് എന്ന് പറയുന്നു. അതുപോലെ തൊപ്പി ചില ആളുകളെ ലൈംഗിക ചൂഷണം നടത്തി എന്ന തരത്തിലുള്ളൊക്കെ ആരോപണം വന്നിരുന്നു. അതെല്ലാം കള്ളത്തരമാണ്, അങ്ങനെ ഒരു സംഭവമില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ സ്ത്രീകളാണത് പറയേണ്ടത് എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഈ കഞ്ചാവിൻ്റെ ആരോപണമൊക്കെ തെറ്റാണെന്ന് പറയുന്നു. അങ്ങക്ക് എന്ത് തോന്നുന്നു? ഈ തൊപ്പി ആളുകൾ കൊടുക്കാൻ ശ്രമിക്കുന്നതാണോ? നമസ്കാരം. അതായത് ഒരാളുടെ ടെസ്റ്റിലും അവരെ നിലപാടിൽ അറിയാം അവൻ ഏത് സർക്കാരനാണെന്ന്. അതായത് തൊപ്പി വെച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ തൊപ്പിയിൽ നല്ലൊരു വേറെ പേഷ്യന്റ് ആയിട്ട് വന്നിരുന്നത് കുറച്ച് മുമ്പ്. ഒരു തൊപ്പിയിൽ ഒരു പേഷ്യന്റ് ആയില്ലേ വയനാട്ടിലെ എവിടെയാണ്? ഇവിടെ മലപ്പുറത്താ കണ്ട് ഒരു തൊപ്പി. ആ തൊപ്പി തന്നെ ഈ തൊപ്പിയാ മലപ്പുറത്ത് വളാഞ്ചേരിയിൽ. അതന്നെ എനിക്ക് ഓർമ്മ ഉണ്ടത്. അപ്പൊ ആ തൊപ്പിനെ പിടിച്ചിട്ട് മൊട്ടടിച്ച് ഇവിടെ വേറെന്താ പോലീസ് പിടിക്കട്ടെ. പിന്നെ നമ്മുടെ ഭരണഘടനയിൽ എങ്ങനെ നടക്കണമെന്നും പറയുന്നൊന്നുമില്ലല്ലോ. എങ്ങനെ നടക്കാമല്ലോ, അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പല്ലേക്കാണ്ട, കുളിക്കാണ്ട, ബാക്കിയുള്ള കാര്യങ്ങൾ നടത്താണ്ടൊക്കെ നടക്കാനുള്ള നിയമമുണ്ട്. ഓക്കെ, വ്യക്തമാണ്. ഓക്കെ ഓക്കെ, ശരി. അപ്പം നിറയെ ആളുകൾ എന്നോടൊപ്പം യൂട്യൂബിൽ ചേരുന്നു. അപ്പോൾ ശ്രീമതി സൗമ്യ എന്നോടൊപ്പം ചേരുന്നിട്ടുണ്ട്. ഗുഡ് ഈവനിങ് സാർ എന്ന് പറയുന്നു. അതോടൊപ്പം എന്നോടൊപ്പം പങ്കജ് ഷാനീർ ചേരുന്നു. ഹായ് എന്ന് പറയുന്നു. പങ്കജിന് ഹായ്. ജയകുമാർ എന്നോട് നമസ്കാരം പറയുന്നുണ്ട്. ദിസ് ടൈപ്പ് ഓഫ് പേഴ്സൺ ക്യാൻ സ്പോയിൽ യങ് ജനറേഷൻ എന്ന് ശ്രീമതി സൗമ്യ തൊപ്പിയെക്കുറിച്ച് പറയുന്നു. സുനിൽകുമാർ എനിക്ക് 3 ഹൃദയങ്ങൾ അയച്ചിട്ടുണ്ട്. ഗോമാതാജി 1 ചുവന്ന ഹൃദയമാണ് അയച്ചിരിക്കുന്നത്. ഏതായാലും ഇവർക്കെല്ലാം എൻ്റെ ഇഷ്ടംപോലെ ചുവന്ന ഹൃദയങ്ങൾ ഞാൻ അങ്ങോട്ടേക്ക് അയക്കുന്നു.
ഇതേപോലെ ചെകുത്താൻ എന്ന് പറഞ്ഞിട്ട് ഇഷോ ഫാസ്റ്റ് എന്നോട് പറയുന്നു. സുഭാഷ് സഹേൽ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. സുഹൈൽ പിന്നെ സുനിൽകുമാർ എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. ഗോളാന്തരം എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ചവറുകൊട്ടയിൽ എറിഞ്ഞ മോഡലും ഡയലോഗും ആണ് ഇപ്പോൾ പുതിയ തലമുറ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അതൊരു ശരിയായ ഒരു നിരീക്ഷണമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് പലരും തള്ളിക്കളഞ്ഞിട്ടുള്ള പരിപാടിയാണ്. അത് ഇപ്പോൾ ഈ തരം രൂപകോലങ്ങളും ഇത്തരം പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് വരുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അത് വലിയ ആളുകൾ കൊണ്ടു നടക്കുന്നു എന്നുള്ള. പങ്കജാക്ഷൻ നായർ പറയുന്നു, ദിസ് ടൈപ്പ് ഓഫ് വീഡിയോ വിൽ ക്രിയേറ്റ് സോ മെനി ബാഡ് തിങ്സ് ഇൻ സൊസൈറ്റി. ദി മോസ്റ്റ് വ്യൂവേഴ്സ് ഓഫ് തൊപ്പി ആർ ചിൽഡ്രൻ. തൊപ്പി ഷുഡ് ബി പണിഷ്ഡ് എന്നാണ് പറയുന്നത്. വിശാഖ് വിജയൻ എന്നോട് ഹായ് സാർ എന്ന് പറയുന്നു. ഹായ് വിശാഖ്. അപ്പോൾ എന്നോടൊപ്പം ശ്രീ നാരായണൻ ചേരുന്നുണ്ട്, ശ്രീകണ്ഠപുരം. ശ്രീ നാരായണൻ, ഈ തൊപ്പിക്കെതിരെ നിയമ നടപടി ഉണ്ടാകും എന്ന് കരുതുന്നുണ്ടോ? എന്താ സാർ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് ഈവനിങ്. ഓക്കെ, ഒന്ന് നോക്കൂ, അങ്ങേക്ക് ഇത് മനസ്സിലായിട്ടില്ല അല്ലേ? ഓക്കെ, ഇലിയാസ് എന്നോട് ഒപ്പം ചേർന്ന് എറണാകുളത്ത് നിന്ന്. ഇലിയാസ്. ഹലോ. ഏലിയാസിന് എന്ത് തോന്നുന്നു, ഈ തൊപ്പിക്കെതിരെ നിയമ നടപടി ഉണ്ടാകുമോ? തൊപ്പിന്ന് പറയാ ടി വി ഇല്ല, കറണ്ട് ഇല്ല, സാറ് പറയണ മാത്രം. ഓക്കെ, വ്യക്തമാണ്. ഓക്കെ ക്ലിയർ. ശരി. അപ്പോൾ പലരും ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശശിധരൻ പിള്ള എന്നോട് പറയുന്നു, ഇന്ന് മനു ഗോൾഡൻ കളറാണ്, സ്വർണത്തിന് വില കൂടുതലാണെന്ന് പറയുന്നുണ്ടോ? അത് ശരി. ഓക്കെ. കിഷോർ കോന്നി എന്നോടൊപ്പം ചേരുന്നു. അച്യുതൻ ഉളവണ്ണയിൽ നിന്ന് എന്നോട് ചേർന്നു. അച്യുതൻ തൊപ്പിയെ കാണാറുണ്ടോ യൂട്യൂബിൽ? ഓ, തൊപ്പി കാണാറുണ്ട്. പക്ഷെ അതിപ്പോ നോക്കുകയാണെങ്കിൽ തൊപ്പി വിൽക്കാണ്ടൊക്കെ ഒരു നിയമം വരണം. അല്ലാതെ ഇപ്പൊ തൊപ്പി വാങ്ങിയ ആൾക്കാർ തലയിലിടാക്കുക, പെൺകുട്ടികളെ ആൺകുട്ടികൾ എന്നുള്ള പ്രശ്നമൊന്നുമില്ല. അതങ്ങനെയാണ്. തൊപ്പി നിരോധിച്ചാൽ പോരെ? തൊപ്പി വാങ്ങാക്ക, തൊപ്പിട്ട ആളെ പിടിക്കാൻ കിടയോട്ടി നല്ലത് തൊപ്പി നിരോധിക്കണ നല്ലത്. എനിക്ക് അങ്ങേക്ക് ഇത് മനസ്സിലായിട്ടില്ല. തൊപ്പി എന്ന് പറയുന്ന ഒരു യൂട്യൂബറാണ്. ശരി. യൂട്യൂബർ തന്നെ. അത് നിരോധിച്ചാള് എന്നാ പിന്നെ ഇല്ലല്ലോ. ശരി. ഓക്കെ. ഏതായാലും യൂട്യൂബർ തൊപ്പിയുടെയും സുഹൃത്തുക്കളുടെയും ആരോപണ പ്രത്യാരോപണങ്ങളിൽ നിയമ നടപടി വേണം എന്ന് ആവശ്യപ്പെടുകയാണ് സോഷ്യൽ മീഡിയ. മയക്കുമരുന്ന് ഉപയോഗം, ലൈംഗിക ചൂഷണം, പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്താവുന്ന കുറ്റകൃത്യങ്ങളാണ് അവർക്കെതിരെ ആരോപിച്ചിരിക്കുന്നത്. സജു എന്നോടൊപ്പം ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ്. സജു. നമസ്കാരം. സജു, ഈ തൊപ്പിയുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നു സജുവിന്? കാണുമ്പോൾ തോന്നുന്നതല്ല, നമ്മൾ ഈ സർക്കാർ അതിൻ്റെ ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്തങ്ങളും ബോധങ്ങളും വെക്കണ്ടേ. നമ്മുടെ ഒരാളുടെ മാത്രം അഭിപ്രായങ്ങൾ നോക്കിയിട്ടല്ല. അവര് ഇപ്പം മുഖ്യമന്ത്രി ഭരിക്കുന്നെങ്കിൽ ആ മുഖ്യമന്ത്രിക്ക് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങള് പുള്ളിക്ക് സ്വയമായിട്ട് തീരുമാനം എടുക്കാൻ അറിയത്തില്ലേ? തൊപ്പിയുടെ കാര്യത്തിലോ? തീർച്ചയായിട്ടും. എന്തെടുക്കണമെന്നാ ചെയ്യണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്? അല്ല, നമ്മൾ ഈ ചർച്ചാ വിഷയം ഉണ്ടാക്കിയെടുത്ത എന്തിനാ? എനിക്കിത് വിഷയം മനസ്സിലായിട്ടില്ലെന്നാണ് ഞാൻ വിചാരിക്കും. ശരി. ഓക്കെ. തൻ്റെ വീട്ടിൽ ഡ്രഗ്സ് കയറ്റിയെന്ന ആരോപണം ആണ് നിഹാദ് ഉന്നയിച്ചത്. അപ്പോൾ അതിന് പിന്നാലെയാണ് നിഹാദിൻ്റെ ആരോപണങ്ങൾക്ക് മറുപടിയായി ഷമീർ ലൈവിൽ വരികയാണ്. അങ്ങനെ നിഹാദും ഷമീറും തമ്മിൽ പരസ്പര ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഈ മുഹമ്മദ് നിഹാൽ എന്ന് പറയുന്ന ആളാണ് ഈ തൊപ്പി. അപ്പോൾ തൊപ്പി പലതരം അല്ലെങ്കിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്ന ആരോപണം നിഹാൽ ഇത്തരം പരിപാടികളിൽ ഏർപ്പെടുന്നു എന്ന ആരോപണം ഷമീർ ഉന്നയിക്കുന്നു. ഷമീറിനെ അതിനെതിരെ തൊപ്പി വരുന്നു. തൊപ്പി ലൈംഗിക ചൂഷണം നടത്തി, പണം നൽകി പെൺകുട്ടികളെ സ്വാധീനിച്ചു, അങ്ങനെ അവരെ സംഭവം ഒതുക്കി തീർത്തു എന്നൊക്കെയാണ് ഷമീറിൻ്റെ ആരോപണം. എന്നാൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വരെ നിഹാദ് ഇത്തരത്തിൽ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഷമീറിൻ്റെ ആരോപണം. പഴയ കേസാണ്, പക്ഷേ ഇത് പഴയതാണെങ്കിലും പോക്സോ അല്ലേ, അത് പോക്സോ കേസ് നിലനിൽക്കും എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂരൊക്കെ തൊപ്പിയുടെ ഇത് ഞാൻ വിചാരിക്കുന്നത് പുതിയ ആളുകൾ ഇത് പിന്നെ തൊപ്പിയുടെ ഫാൻസ് ആരെങ്കിലും വരുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ രാധാകൃഷ്ണൻ ചാത്തന്നൂരൊക്കെ തൊപ്പിയെ നോക്കുന്നുണ്ടോ യൂട്യൂബിൽ? ഞാൻ ഇതിന്റെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആര് തെറ്റ് ഇത് ഞാൻ പറഞ്ഞില്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മയക്കുമരുന്ന് വിഷയങ്ങളൊക്കെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ഇതൊക്കെ എല്ലാ കാര്യങ്ങളിലും ഈ കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ ഉണ്ടാകുന്നില്ലതോ എന്ന് പറയുമ്പോൾ ദൈനംദിനം കുറ്റവാളികൾ പല രീതിയിലുള്ള കുറ്റവാളികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ എനിക്ക് തോന്നുന്നു അങ്ങനെ ടെലിഫോൺ ഇതിലെന്തോ ഷെവറിങ് വരുന്നു. ഓക്കെ, ഞാൻ നോക്കാം.
യൂട്യൂബ് സ്വാതന്ത്ര്യത്തിൻ്റെ മറവിൽ ചില ഞരമ്പന്മാർ പെൺകുട്ടികളെ അടുത്തു വന്ന് ഫോൺ വാങ്ങി അവരുടെ സ്വാതന്ത്ര്യത്തെ, അവരുടെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന രീതി ചില വീഡിയോകൾ കാണാറുണ്ട്. അതിനെതിരെ കർശന നടപടി വേണം എന്ന് എന്നോട് പറയുന്നു. പീഡനവീരനായി വേടനെ ചുമക്കുന്ന പാർട്ടിയുള്ള നാടാണിത് എന്ന് സുനിൽകുമാർ പറയുന്നു. ശശിധരൻ പിള്ള പറയുന്നു ഇന്ന് രാഷ്ട്രീയ വിഷയമല്ലാത്തതുകൊണ്ട് മണിമല ഇന്ന് വരില്ലെന്ന് പറയുന്നു. രഘുനന്ദൻ പറയുന്നു ഇതെല്ലാം നിയന്ത്രിക്കാൻ ഇവിടെ നിയമമില്ലേ, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് നിർമ്മാണം നടത്തുന്നില്ല, ഭരണകൂടവും ഭരണാധികാരികളും ഇതിനൊക്കെ താല്പര്യം കാണിക്കുന്നുവെന്ന് നമ്മുടെ രഘുനന്ദനൻ തിരുമുല്ലവാരം പറയുന്നു. സിംലാൽ ഒറീസയിൽ നിന്നാണ് ചേരുന്നത്. നമസ്കാരം. സിംലാൽ ഒറീസയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ഒറീസ കാലഹണ്ടി എന്ന് പറയും. ശരി. കാളഹണ്ടി അല്ലേ? കാലഹണ്ടി. കാളഹണ്ടി പണ്ട് ഭയങ്കര ദാരിദ്ര്യത്തിനൊക്കെ പേര് കേട്ടൊരു സ്ഥലമായിരുന്നു, പിന്നീട് അത് ഭയങ്കരമായി മാറി, അങ്ങനെയാണോ? അതെ അതെ അതെ, അത് ഇതാണ് ഒരുപാട് നമ്മുടെ വയനാടിനേക്കാൾ, പണ്ടത്തെ വയനാടിനേക്കാളും മോശമായ ഒരു സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പോൾ സർക്കാരിന്റെ പ്രത്യേക ഇടപെടൽ കാരണം ഒരുപാട് മാറ്റങ്ങൾ ഡെവലപ്പൊക്കെ വന്നിട്ടുണ്ട്. അവിടെ ഭയങ്കരമായ സർക്കാർ ഇടപെടലുകൾ പലയിടത്തും. ഇപ്പം ഞാൻ ഇന്ന് കണ്ടത് അവിടെ ഒറീസയിൽ PG വരെ വിദ്യാഭ്യാസം സൗജന്യമാക്കുകയാണ് അല്ലേ സർക്കാർ? അതെ 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 അതെ, ഒരുപാട് മാറ്റങ്ങളുണ്ട്. കാരണം ഇവിടെ ശരിക്കും ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു. അതൊക്കെ മാറി തുടങ്ങുകയാണ്. മാറി തുടങ്ങി. ഞങ്ങളിവിടെ വരുമ്പോഴത്തേക്കും വഴി പോലും ഇല്ലായിരുന്നു, സൈക്കിൾ പോലും അപ്രാപ്യമായ ഒരു സ്ഥലമായിരുന്നു. ഇപ്പം എല്ലാവർക്കും 4 വീലറൊക്കെ ആയി തുടങ്ങി. അത് ശരി. അപ്പൊ ശ്രീ സിംലാൽ നാട്ടിൽ കേരളത്തിൽ എവിടെയുള്ള ആളാണ്? ഞാൻ ഹരിപ്പാട് കരുവാറ്റ. ആലപ്പുഴ ജില്ലക്കാരൻ. അപ്പൊ അവിടുന്ന് ഇപ്പൊ ഒറീസയിലെത്തിയിട്ട് എത്ര കാലമായി? ഞാനിവിടെ 17 വർഷമായി. അപ്പൊ നമ്മുടെ മലയാളികളൊക്കെ അവിടെ ഈ തൊപ്പിയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടോ സിംലാൽ? ഉണ്ട്. ഞങ്ങൾ ഈ സോഷ്യൽ മീഡിയ ആണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താണ് ഒരു ടൈം പാസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ന്യൂസുകളും മറ്റുകളൊക്കെ കാണുക. അപ്പോൾ ഈ യൂട്യൂബർമാരുടെ നല്ല കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പം ഞങ്ങൾ ആലപ്പുഴ തന്നെ ഷാനി മീഡിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് സൂരജ് എന്ന് പറയുന്നത്, അവരെല്ലാം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഇവര് ഈ തൊപ്പി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് നല്ലൊരു അഭിപ്രായമല്ല. കാരണം വരുന്ന തലമുറയെ വഴിതെറ്റിക്കുന്ന ഒരു ലെവലിലോട്ടാണ് പോകുന്നത്. അത് വർത്താനവും മറ്റവരുടെ പ്രവൃത്തിയെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാകും. അപ്പൊ ഇതൊക്കെ നിയന്ത്രിക്കേണ്ട ഒരു കാലം. ഈ പുതിയ തലമുറയ്ക്ക് എന്തുകൊണ്ടാണ് ഇയാളോട് ഇഷ്ടം തോന്നുന്നത്? ഈ ഹെയർ സ്റ്റൈലും അതിന്റെ ഫാഷനും അതാണോ? അതെ അതെ, ഫാഷൻ. പക്ഷെ അവർ പറയുന്ന ന്യൂ ജനറേഷൻ എന്ന് പറയുന്നെങ്കിൽ ഇതിന് മുന്നുള്ള കാലഘട്ടത്തിലും ന്യൂ ജനറേഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ വരുന്ന തലമുറ മാത്രം നമ്മൾ ന്യൂ ജനറേഷൻ ആയിട്ട്, കാരണം നമ്മളൊക്കെ കടന്നു വന്ന ഒരു സമയം ഉണ്ടായിരുന്നു, അപ്പോഴും ഫാഷൻ ഉണ്ടായിരുന്നു. എല്ലാ കാലത്തും ഒരു തലമുറ ന്യൂ ജനറേഷൻ ആണ് അല്ലേ? ഒരു തലമുറ ഓൾഡ് ജനറേഷൻ ആണ്, പിന്നെ ഓൾഡ് ജനറേഷൻ ആവും ന്യൂ ജനറേഷൻ. ഇപ്പോഴത്തെ ജനറേഷൻ പിന്നെ ഒരു 10-15 വർഷം കഴിയുമ്പോൾ അവരും ഓൾഡിലോട്ട് മാറും. അത് ശരി. ഇപ്പോഴും നമ്മുടെ അട്രാക്ഷൻ, കാരണം ഇപ്പൊ എല്ലാവരും എന്താണ് നമ്മളൊരു എന്താണ് പറയുന്നത്, അട്രാക്ഷൻ എന്തിനോടൊരു കളർഫുള്ളായ ഒരു ജീവിതത്തോട് മാറുന്നു. അപ്പൊ അവരെ വഴിതെറ്റിക്കാൻ ഇങ്ങനെയുള്ള ആൾക്കാർ, ഇൻഫ്ലുവൻസർമാരുടെ ഒരുപാട് പേരുണ്ട്. 80% ആൾക്കാർ നല്ല പ്രവൃത്തി ചെയ്യുന്നവരാണ്. ഇങ്ങനെയുള്ള തൊപ്പിയെ കൂട്ടുന്ന 1-2 ആൾക്കാർ, അതൊക്കെ കുറെ ആൾക്കാരാണ് നമ്മുടെ ഈ യുവതലമുറ വഴിതെറ്റിക്കുന്നത് എന്നാണ് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ഓക്കെ. അപ്പൊ ശ്രീ സിംലാല് അവിടെ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്? ഞാൻ പ്രൈവറ്റ് ഇവിടെ റിഫൈനറിയാണ്, അലുമിനിയം റിഫൈനറി, വേദാന്ത. ഓക്കെ. അപ്പൊ ഇന്ന് അവധിയാണ് അല്ലേ? അതെ അതെ, ഇന്ന് അവധിയായിരുന്നു. ഓക്കെ. അപ്പൊ വളരെ സ്ഥിരമായിട്ട് ന്യൂസ് കാണാറുണ്ട്. അപ്പൊ ന്യൂസ് വെച്ച കൂട്ടത്തിലാണ് ഇപ്പൊ പൊതുവേദി ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നിയത്. അപ്പൊ അവിടെ കുടുംബമായിട്ട് ഒരുമിച്ച് അവിടെ താമസിക്കുകയാണ് അതോ ഒറ്റയ്ക്കാണ്? ഇല്ല, കുടുംബം നാട്ടിൽ തന്നെയാണ്. അവര് വെക്കേഷൻ ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം 2 മാസം കഴിഞ്ഞ് അവരെ തിരിച്ചാക്കിയിട്ട് 2 ദിവസം ആയാലും ഇവിടെ എത്തിയിട്ട് മടങ്ങി വന്നിട്ടേ ഉള്ളൂ. ഓക്കെ. അതെ അതെ. അപ്പോൾ ഏതായാലും സന്തോഷം. അപ്പോൾ ഒറീസയിൽ നമ്മുടെ പരിപാടി അവിടെ ഇരുന്ന് കാണുന്നു എന്ന് അറിയുന്നതിൽ തന്നെ സന്തോഷം. അപ്പോൾ നമുക്ക് വീണ്ടും ഈ വിഷയങ്ങളിലേക്ക് വരാം. അപ്പോൾ ഏതായാലും വളരെ നന്ദി സിംലാൽ. അപ്പോൾ തൊപ്പിയുടെ കാര്യത്തിൽ അപ്പോൾ ഈ കഞ്ചാവ് പാക്കറ്റ് എടുക്കുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ കാണിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ. അപ്പോൾ തൊപ്പി പറയുന്നത് ഇതൊക്കെ അവിടെ കൊണ്ടുവയ്ക്കുകയാണ് എന്ന് പറയുന്നു. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ആഞ്ഞടിക്കുകയാണ്. ഈ ഓപ്പറേഷൻ തൂഫാൻ ആഞ്ഞടിക്കുമ്പോഴാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഏതായാലും വിശദമായൊരു അന്വേഷണം നടക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുഹമ്മദ് മഞ്ചേരി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ മുഹമ്മദ് മഞ്ചേരിയൊക്കെ തൊപ്പിയുടെ വീഡിയോസൊക്കെ കാണുന്ന ആളാണോ? നമസ്കാരം സാറേ. നമസ്കാരം. പിന്നെ ഞാൻ കേട്ടപ്പോ തൊപ്പി പറഞ്ഞപ്പോ എന്താന്ന് കരുതി. അപ്പൊ ഇൻഫ്ലുവൻസർമാര് തൊപ്പിയാണെന്നുള്ളത് പിന്നെ അറിയുന്നത്. അപ്പൊ നിയമത്തിനെതിരെ ആര് പ്രവർത്തിച്ചാലും അവരെ ശിക്ഷിക്കണം എന്നുള്ളതാണ് സാറേ എന്റെ അഭിപ്രായം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, കൃത്യമാണ്. ഓക്കെ. അപ്പോൾ എന്നോടൊപ്പം ആറാട്ട് അണ്ണനെ പിടിക്കണമെന്ന്. ആറാട്ടണ്ണൻ പാവമല്ലേ അദ്ദേഹം? അത് ആരാ പറയുന്നത്? ഇഷോ എന്നോട് പറയുന്നത്. ആറാട്ടണ്ണൻ സത്യത്തിൽ പാവമാണ്. അദ്ദേഹം ഇങ്ങനെ സാമൂഹ്യ വിരുദ്ധ കാര്യങ്ങളൊന്നും പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇദ്ദേഹത്തെയൊക്കെ കാണുന്നതാണ് യൂട്യൂബിൽ. അപ്പോൾ പാവമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കറിയില്ല, എൻ്റെ ഒരു അഭിപ്രായം അതാണ്. ഇനി ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തിരുത്താം.
അപ്പോൾ യൂട്യൂബ് സ്വാതന്ത്ര്യത്തിൻ്റെ മറവിൽ ആണ് ചില ആളുകൾ ഇങ്ങനെ പരിപാടികൾ ഒപ്പിക്കുന്നതെന്ന് ഉള്ള ആരോപണം. അപ്പോൾ ഇന്ന് എന്നോടൊപ്പം ചേർന്നിരിക്കുന്നത് നമ്മുടെ അഡ്മയറിങ് ബ്രെഡ് എന്നോടൊപ്പം ചേർന്ന്. അഡ്മയറിങ് ബ്രെഡ് എന്തൊക്കെ തരം പേരുകളാണ് ഈ പന്തയത്തിന് കുതിരകളെ ഇറക്കുമ്പോൾ ഇങ്ങനത്തെ ഓരോ പേരുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഏതായാലും അഡ്മയറിങ് ബ്രെഡുണ്ട്, അതുപോലെ നമ്മുടെ കുഞ്ചാട്ട് മണി ഓക്കെ തൊപ്പീൻ്റെ ആരായിട്ട് വരും എന്ന് ചോദിക്കുന്നു. ഓക്കെ, മിർസ പറയുന്നു തൊപ്പി ആൾ പൊളിയാണ് എന്ന് പറയുന്നു. അപ്പോൾ തൊപ്പിയുടെ ആരാധകരൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ യൂട്യൂബ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും സൂപ്പർ ചാറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊപ്പി ആരാധകർ എത്തിക്കഴിഞ്ഞിരിക്കുക കേട്ടോ. എല്ലാവരും സൂപ്പർ ചാറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ചെയ്യണം. അപ്പോൾ ഏത് തൊപ്പി ആരായിട്ട് വരുമെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി ശശിധരൻ പിള്ളை പറയുകയാണ് അപ്പച്ചിയുടെ ആങ്ങളെയായിട്ട് വരുമെന്ന്. അപ്പോൾ സൂപ്പർ ചാറ്റ് ചെയ്യണമെന്നുള്ള അജ്ലാൽ ജലാൽ തൊപ്പിക്ക് വേണ്ടി നിലയുറപ്പിച്ചിരിക്കുന്നു. പക്ഷേ അജ്ലാൽ ജലാലിൻ്റെ ഈ ആവേശമൊന്നും മറ്റാളുകൾക്കൊന്നും കാണുന്നില്ല കേട്ടോ. അമ്പാടി അന്തം വിട്ട് മേപ്പോട്ട് നോക്കി നിൽക്കുന്നതിൻ്റെ ചിത്രം എനിക്കറിയിക്കുന്നു. തൊപ്പിയെ അറസ്റ്റ് ചെയ്യണം എന്ന് ഡ്രോയിങ് അക്കാഡമി എന്നോട് പറയുന്നു. അതുപോലെ തന്നെ അമ്പാടി എന്നോട് പറയുന്നത് മാസം 5 ലക്ഷമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് 5 ലക്ഷം എന്ന് എനിക്കറിയില്ല. അപ്പോൾ ജയകുമാർ സുനിൽ പുതിയ കച്ചവടം തുടങ്ങാൻ പോകുന്നു എന്ന് അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. ഓക്കെ, രാജേഷ് ഫോട്ടോസ് എന്നൊരു തരികിട റോഡുണ്ട്, അവൻ കുറേ ക്യാമറ കൊണ്ടുവന്നു എനിക്കറിയില്ല, എന്തൊക്കെയോ എഴുതുന്നുണ്ട്. തൊപ്പിയും വേടനെയും പാർട്ടിക്കാർക്ക് പിന്തുണ നൽകുന്നു എന്ന് എന്നോട് ചിലരൊക്കെ പറയുന്നു. അപ്പോൾ നമ്മുടെ ഹനാഫ് മലപ്പുറത്ത് നിന്ന് ചേരുന്നു. ഹനാഫ്, ഹലോ സാറേ. നമസ്കാരം ഹനാഫ്. ഈ തൊപ്പിയുടെക്കെതിരെയുള്ള പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് ഹനാഫ് കരുതുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല സാറേ, അവർ ഞങ്ങളോട് വളാഞ്ചേരി വന്നിരുന്നു. ക്ലിയർ അല്ല, കേൾക്കുന്നില്ല, കുറച്ചുകൂടെ ഉറക്കെ പറയാമോ? ഇക്കവന് വലിയ പരാതിക്കാരനായി തോന്നുന്നില്ല. കുഴപ്പക്കാരനല്ല അല്ല. അപ്പൊ ഈ ഇങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ ശണ്ട കൂടിയതിന്റെ ഭാഗമായി ഈ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതായിരിക്കുമോ അതോ ഇതിൽ എന്തെങ്കിലും കഴമ്പുണ്ടായിരിക്കുമോ? കഴപ്പൊന്നുമില്ല, ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോ ഒക്കെ ഇല്ലാത്തത് പറഞ്ഞതാണ്. ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുകയാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇത് അന്വേഷിച്ചാൽ അത് പ്രത്യേകിച്ച് ഒന്നും പുറത്തു വരില്ലെന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഹനാഫ് ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്? ഞാൻ പഠിക്കാണ്. തൊപ്പിയുടെ ആരാധകനാണോ? അല്ല. എന്താ പഠിക്കുന്നത്? +2 ആണ്. ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ വളരെ നന്ദി. റെയ്ഫ് എന്നോടൊപ്പം ചേരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. റെയ്ഫ് കേൾക്കാം? ഓക്കെ, വിനോദ് അജേഷ് എന്നോടൊപ്പം ഖത്തറിൽ നിന്ന് ചേരുന്നുണ്ട്. അജേഷ്, ഈ തൊപ്പി അവിടെ മലയാളികൾക്കിടയിലൊക്കെ വളരെ പോപ്പുലർ ആണോ ഖത്തറിൽ? ഒരു പോപ്പുലർ അല്ലേ സാർ? ഇപ്പൊ പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ കയറി ഇതിനെ കുറിച്ച് നോക്കുമായിരുന്നു. ഇപ്പൊ മെയിൻ കാര്യം സാറേ, ഇതിന്റെ എന്ന് വെച്ചാൽ യൂട്യൂബ് പൈസ കൊടുക്കും. അതായത് നമ്മൾ എന്ത് വൃത്തിയോട് ഓൺലൈനിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർ കാണുന്ന അനുസരിച്ചിട്ട് പൈസ കിട്ടും. അത് കാണിക്കാൻ വേണ്ടി പല ആൾക്കാരും വിത്തൗട്ട് എനി ഡിസ്ക്രിപ്ഷൻ, അതായത് ആണും പെണ്ണും എല്ലാരും ഇങ്ങനെ ഈ പരിപാടികൾ ഇട്ടുകൊണ്ടിരിക്കും. അത് കാണാൻ വേണ്ടി കുറെ ആൾക്കാരുണ്ട്. നമ്മളെല്ലാം യൂട്യൂബിൽ ഇപ്പൊ സമയം കളയാൻ വേണ്ടി ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇതെല്ലാം കാണിക്കും. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒറ്റ കാര്യം, എന്റെ കുടുംബത്തിൽ ഇത് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ പിള്ളേരോ അല്ല ഇവരൊക്കെ ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണ് എഫക്ട് ചെയ്യുന്നുള്ളത് നമ്മൾ എല്ലാവരും ആലോചിക്കുക. നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന മുമ്പായിട്ട് റെസ്പെക്ട് ഓഫ് റിലീജിയൻ അല്ലെങ്കിൽ എന്തും അതൊക്കെ മാറ്റി വയ്ക്കുക. എന്റെ മോനോ എന്റെ മോളോ ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് വഴിതെറ്റി പോയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എത്രമാത്രം എഫക്ട് ചെയ്യുന്നുള്ളത് മാത്രം നമ്മൾ എല്ലാവരും ആലോചിക്കുക. വേണ്ടിയെന്നുള്ള അജേഷ്, ഈ ഖത്തറിൽ ഇപ്പൊ വലിയ ഫുട്ബോൾ ആവേശമൊക്കെ ഇതാവുന്നുണ്ടോ? നമ്മുടെ മലയാളിയൊക്കെ അവിടെ വേൾഡ് കപ്പ്? ഇല്ല സാറേ, ഖത്തറിൽ നമ്മള് ഒരു 4 വർഷം മുമ്പ് വേൾഡ് കപ്പ് വന്നപ്പോ നമ്മൾ വലിയ ആവേശമായിരുന്നു. ഇപ്പൊ ആ ആവേശമൊന്നുമില്ല. പക്ഷെ അന്ന് നല്ല രസമായിരുന്നു. അന്ന് ഒരു 4 വർഷം 2022 നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്തു. അപ്പൊ ഈ മലയാളികൾ ഇവിടെ മലയാളി ഇത്തവണ വേൾഡ് കപ്പിന് ഇറങ്ങുന്നു എന്നതൊക്കെ അവിടെ ചർച്ചാ വിഷയം ആവുന്നുണ്ടോ? ടീമിലുണ്ട്. ഇന്ന് കളിയാണ്, ഖത്തറും സ്വിറ്റ്സർലാൻഡും കൂടെ ഇന്ന് കളിയുണ്ട്. പക്ഷെ ടീമിലുണ്ട്. പക്ഷെ ഇറങ്ങുന്ന കാര്യം സംശയമായിരിക്കും. അതെ, ഇറങ്ങട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. വൺ ഓഫ് ദ ടീം മെമ്പർ ആണ് അദ്ദേഹം. ഓക്കെ, അപ്പൊ ഏതായാലും നോക്കാം എന്ത് സംഭവിക്കുന്നു അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള നമ്മളെ ഒരു ആന്റി സോഷ്യൽ എലിമെന്റ്സ് ഒരിക്കലും നമ്മൾ പ്രൊമോട്ട് ചെയ്യില്ല. യെസ്, കറക്റ്റ്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീകല എന്നോടൊപ്പം ചേരുന്നത് ഡൽഹിയിൽ നിന്നാണ്. ശ്രീമതി ശ്രീകല ഡൽഹിയിലാണ് അല്ലേ? അതെ അതെ. ഈ തൊപ്പിയുടെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ ശ്രീമതി ശ്രീകല? ഇടയ്ക്ക് ഇങ്ങനെ വന്നപ്പോ കണ്ടായിരുന്നു. അങ്ങോട്ട് എനിക്കൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന്. ഇത് നമ്മുടെ നാട്ടിൽ അനാവശ്യമായി പ്രോത്സാഹിക്കപ്പെടുകയാണോ? അതെ അതെ, ഇപ്പോഴെങ്കിലും അതിനൊരു മാറ്റം വരട്ടെ. ഇപ്പൊ
ഈ കുട്ടികളൊക്കെ ഇതിന്റെ ബാക്കിൽ, ഈ തൊപ്പിയുടെ ബാക്കിൽ പോകാനുള്ള കാരണം എന്താണ്? ഇദ്ദേഹത്തിന്റെ ഹെയർ സ്റ്റൈൽ ഒരു പ്രത്യേക തരത്തിലാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യം അതൊന്നുമല്ല. ഞാൻ ഈ പിള്ളേര് അതിന് എവിടെയൊക്കെ വന്ന സമയത്ത് കുട്ടികളൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ആയിട്ട് പോകുന്ന കണ്ടുകൊണ്ടുള്ള ഒരു പ്രതികരണമായിരുന്നു. എനിക്ക് അതിനോടൊന്നും ഒരു താല്പര്യമില്ല. ഞാനും ഒരു വീട്ടമ്മയാണ്. കുട്ടികളിങ്ങനെ നശിക്കണ കാണുമ്പോ ഒരു സങ്കടം. ശരി, വ്യക്തമാണ് അഭിപ്രായം. അപ്പൊ വിനോദ് എന്നോടൊപ്പം ചേരുന്നു, പാലക്കാട് നിന്ന്. വിനോദേ, ഈ യൂട്യൂബർ തൊപ്പിയുടെ സ്വാധീനത്തിൽ കുട്ടികൾ പെടുന്നു എന്നത് ഒരു മുൻ മന്ത്രി, നമ്മുടെ മുൻപ് ബിന്ദു ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. ഒരു ഇത് മുൻകാലങ്ങളിൽ പോലുള്ള കുട്ടികളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതിനുള്ള ഒരു ആശങ്ക അവർ പ്രകടിപ്പിക്കുകയും ചെയ്തത്. അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമാണോ ഈ തൊപ്പിയുടെ വീഡിയോസ്? ഉണ്ട് സാർ, ഉറപ്പായിട്ടും. കാരണം എന്താ വെച്ചാൽ ഞാനൊരു സ്കൂൾ ടീച്ചറാണ്. ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? ഞാൻ പാലക്കാടാണ്. നമ്മള് ക്ലാസ് എടുക്കുകയാണെങ്കിൽ പോലും ഇപ്പൊ കുറച്ച് വർഷങ്ങൾ മുമ്പ് തൊട്ട് കുട്ടികള് ഇങ്ങനെ തൊപ്പിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. തൊപ്പി ഇങ്ങനെ പറഞ്ഞു, തൊപ്പി ഇങ്ങനെ ഉണ്ട്, തൊപ്പിയുടെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ അതിനെ കുറച്ച് കമന്റ്സ് ഒക്കെ ക്ലാസ്സിൽ ഇങ്ങനെ പിള്ളേർ പറയാറുണ്ട്. ഇപ്പോ എന്ത് സബ്ജക്റ്റാ പഠിപ്പിക്കുന്നത് വിനോദ്? ഞാൻ പൊളിറ്റിക്കൽ സയൻസ് ആണ്. പൊളിറ്റിക്കൽ സയൻസ്. ഇപ്പൊ വെച്ചാൽ ഇവരിങ്ങനെ എടുക്കുന്ന സമയത്ത് ഇപ്പൊ നേരത്തെ ഗെയിമിങ്ങിലൂടെയാണ് മൂപ്പര് ഇങ്ങനെ ഫേമസ് ആയി വന്നിരുന്നത്. പക്ഷെ ഇവരുടെ റിയാക്ഷൻ മാറി മാറി എന്താ പറയാ, പബ്ലിക്കിന് മുന്നിൽ ഡ്രസ്സ് അഴിക്കുന്ന ലെവലിലേക്ക് വരെ കാര്യങ്ങൾ ഇയാൾ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഒരു വീഡിയോസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് കുട്ടികൾ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ നെഗറ്റീവായ കാര്യങ്ങൾ കൂടുതൽ വന്നുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും പ്രോബ്ലംസിലേക്ക് വരുന്നത്. കുട്ടികൾ ഇയാളുടെ ട്രെൻഡ് എടുക്കാൻ വെച്ചാൽ ഹെയർ സ്റ്റൈല്, ഡ്രസ്സ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ എടുക്കാതെ. പിന്നെ മലബാർ ഏരിയ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിന് കുറച്ചും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നത് എനിക്ക് തോന്നുന്നു. അതെ, ഓക്കെ. അപ്പോൾ വ്യക്തമാണ് ശ്രീ വിനോദിൻ്റെ അഭിപ്രായം. അപ്പോൾ വിനോദ് പാലക്കാടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇത് ഇങ്ങനെ കുട്ടികളിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഗൗതം എന്നോട് പറയുന്നത് അവർ ചിലപ്പോൾ വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയൊക്കെ ഡ്രാമ കളിക്കുന്നതാണ് എന്നാണ് ഗൗതം പറയുന്നത്. അങ്ങനെ ആകും കേട്ടോ. അപ്പോൾ വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ എന്ത് ഡ്രാമയും കളിക്കുക എന്നുള്ളൊരു രീതി വന്നിട്ടുണ്ട്. യൂട്യൂബിൽ അല്ല, അവർ കിക്കിൽ ആണ് കൂടുതൽ ലൈവ് ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാൻ എന്നാണ് ഡ്രോയിങ് അക്കാഡമി എന്നോട് പറയുന്നത്. തൊപ്പിയെ പോലുള്ളവരെയാണ് സ്ത്രീകൾക്കിഷ്ടം എന്നാണ് ജൊനത്താൻ എന്നോട് പറയുന്നത്. അവർ തൊപ്പിക്ക് വേണ്ടി എന്തും ചെയ്യും എന്നാണ് പറയുന്നത്. ഓഹോ, അങ്ങനെ, അത് ഞാൻ അറിഞ്ഞില്ല. ഓക്കെ. പ്രമോദ് നാണു എന്നോട് പറയുന്നത് കഞ്ചാവ് കച്ചവടം, പപ്പടത്തിൻ്റെ മറവിൽ കൊല്ലം കുണ്ടറ മുക്കടയിൽ ലഹരി ഉണ്ട് എന്ന് പറയുന്നു. തൊപ്പിയെ അറസ്റ്റ് ചെയ്താൽ പണ്ടൊരു ജമ്പ് പോയി അത്. അപ്പോൾ സതി ബാബുരാജ് എന്നോട് പറയുന്നു, നമസ്കാരം മനു, ദിസ് ഈസ് എ ലീഡ് ടു ഡൈവേർഷൻ ഓഫ് ചിൽഡ്രൻ. ദേ റൂയിൻഡ് ദെയർ ലൈഫ്. യു വെയർ എ ബ്ലാക്ക് കോട്ട്, വെൻ യു വെയർ എ ബ്ലാക്ക് കോട്ട് ഇസ് സൂപ്പർ എന്നൊക്കെ. അപ്പോൾ എന്നോട് കറുത്ത കോട്ട് ധരിക്കാൻ പറയണം. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കറുത്ത കോട്ടാണ് ധരിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് ഞാൻ പക്ഷേ കോട്ട് ഒഴിവാക്കിയത് ഹാഫ് സ്ലീവ് ഷർട്ട് ആയതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ എന്നോടൊപ്പം പിന്നെ സുനിൽ NS ചേർന്നുണ്ട്. തൊപ്പി അറസ്റ്റ് ചെയ്താൽ പണ്ടൊരു പയ്യൻ കേരളം കത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു, അവനിപ്പോൾ ഉണ്ടോ? മുസ്തഫ എന്നോടൊപ്പം ചേരുന്നു പട്ടാമ്പിയിൽ നിന്ന്. മുസ്തഫ, പട്ടാമ്പിയിലൊക്കെ തൊപ്പിക്ക് ആരാധകരുണ്ടോ? മുസ്തഫ, തൊപ്പിക്ക് ആരാധകരൊന്നുമില്ല. ഇത് നമുക്ക് ഇപ്പോഴത്തെ ഇതില് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെന്നുണ്ട് എന്ത് കോപ്രായം കാണിക്കാന്നുള്ള ലെവലിൽ കൂടെ ആയിരിക്കാം കാര്യങ്ങൾ. അങ്ങനെ നീങ്ങുകയാണ്. ടീച്ചർമാർ മാഷ്മാർ നമ്മളെ സ്കൂളില് പഠിപ്പിച്ചു വരുന്ന കുട്ടികളെ ബോധവൽക്കരിച്ചു വരുന്നത് ഇവരെ ഇത് എപ്പോഴും മൊബൈൽ വേണല്ലോ കുട്ടികള്. അപ്പൊ ഇത് കണ്ടിട്ടാണല്ലോ വളരുന്നത്. അപ്പൊ അതിന് നമ്മളെ ടീച്ചർമാരും പഠിപ്പിക്കുന്ന എതിരാണ്. അപ്പൊ ഏറ്റവും പെട്ടെന്ന് ക്യാച്ച് ചെയ്യ കുട്ടികള് ഈ കോപ്രായങ്ങളാണ്. അവർക്ക് അത് ഇഷ്ടമാണ്. അപ്പോ അതിനെതിരായിട്ട് അത് മുടക്കേണ്ട തന്നെയാണ്. അത് അതിന് ചെയ്യുന്ന നല്ല കാര്യമാണ് മന്ത്രി തീർത്തത്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ തൊപ്പിയും കുപ്പായും ഒക്കെ എടുത്ത് ദൂരെ കളയാൻ സമയമായി. ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കുന്ന ഇതുപോലെയുള്ള യൂട്യൂബർമാരെ നമുക്ക് ആവശ്യമില്ല എന്ന് എന്നോട് ഷാജി പറയുന്നു. ഓക്കെ, അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. കൂടുതൽ പ്രേക്ഷകരും യൂട്യൂബിലും ആളുകളും എന്നോടൊപ്പമുണ്ട്. ഞാൻ മടങ്ങി വരാം. ഒരു ഷോർട്ട് ലൈൻ ബ്രേക്ക്.
ഹിമാലയത്തിന്റെ മഞ്ഞണിഞ്ഞ കൊടുമുടികൾക്കിടയിലൂടെ വരയ്ക്കപ്പെട്ട നിയന്ത്രണ രേഖ, അതായത് ലൈൻ ഓഫ് കൺട്രോൾ, കേവലം 2 രാജ്യങ്ങളെ വേർതിരിക്കുന്ന ഒരു അതിർത്തി മാത്രമല്ല, അതൊരു കാലയന്ത്രം കൂടിയാണ്. ആ രേഖയുടെ ഇരുവശങ്ങളിലുമായി ജീവിക്കുന്ന മനുഷ്യർ ഇന്ന് അനുഭവിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ 2 ലോകങ്ങളാണ്. ജൂൺ 9 എന്ന ഒരൊറ്റ ദിവസം ഈ വലിയ യാഥാർത്ഥ്യത്തിന്റെ നേർചിത്രമായി മാറുകയായിരുന്നു. ഒരു വശത്ത് പാക് അധിനിവേശ കാശ്മീരിലെ റവാലാക്കോട്ട്, മുസാഫറാബാദ്, മിർപൂർ തുടങ്ങിയ നഗരങ്ങൾ ഭരണകൂടത്തിനെതിരെയുള്ള ജനരോക്ഷത്താൽ പുകയുകയായിരുന്നു. തെരുവുകളിൽ വെടിയൊച്ചകളും കണ്ണീർവാതകത്തിന്റെ രൂക്ഷഗന്ധവും നിറഞ്ഞു നിന്നു. എന്നാൽ അവിടെ നിന്നും വെറും 100 കിലോമീറ്റർ കിഴക്കോട്ട് മാറി ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ ഹിമാലയത്തിന്റെ അഗാധതയിൽ മറ്റൊരു ചരിത്രം രചിക്കപ്പെടുകയായിരുന്നു. ബാൾട്ടാലിലും സോനാമാർഗിലും മീനാമാർഗിലുമുള്ള എഞ്ചിനീയർമാർ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇരുദിശ തുരങ്കങ്ങളിലൊന്നായ സോജില ടണലിന്റെ നിർമ്മാണത്തിലെ സുപ്രധാനമായ ഒരു ഘട്ടം പൂർത്തിയാക്കിയതിന്റെ ആഘോഷത്തിലായിരുന്നു. നിയന്ത്രണ രേഖയുടെ ഇരുവശങ്ങളിലുമായി ഒരേ സമയം അരങ്ങേറിയ ഈ 2 സംഭവങ്ങൾ 1947 ശേഷമുള്ള വിഭജനത്തിന് ശേഷം കാശ്മീർ എന്ന ഭൂപ്രദേശം സഞ്ചരിച്ച തികച്ചും വ്യത്യസ്തമായ 2 പാതകങ്ങളെയാണ് വരച്ചു കാട്ടുന്നത്. ജമ്മു കാശ്മീർ അപ്പോൾ പൊതുവേദി തുടരുകയാണ്. ഇഫ്തിഖാറുദ്ദീൻ എന്നോടൊപ്പം ചേരുന്നത് മലപ്പുറത്ത് നിന്നാണ്. ഇഫ്തിഖാർ, മലപ്പുറത്ത് ഏത് സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്? ഞാൻ രണ്ടത്താണിയിൽ നിന്നാണ്. രണ്ടത്താണി. ആഹാ. ഈ മലപ്പുറത്ത് ഇപ്പം എനിക്കൊരു പ്രേക്ഷകൻ എഴുതുകയായിരുന്നു, ഈ തൊപ്പിയെ പോലുള്ള ആളുകളെയൊക്കെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് ഇവർക്ക് ഭയങ്കര പിന്തുണ കിട്ടുന്നത്, അത് ഒരു പ്രധാന ഘടകമെന്നാണ്. അപ്പോൾ ഈ മലപ്പുറത്ത് വളാഞ്ചേരിയിലോ മറ്റോ ഇദ്ദേഹത്തിന് അവിടെ ഇനോഗ്രേഷനൊക്കെ വിളിച്ചു. അവിടെ അങ്ങനെയാണ് ഇവർ റോൾ മോഡലാകുന്നത് എന്നാണ് ബിസി BYT എന്നോട് പറയുന്നത്. അപ്പോൾ ഇവർ വലിയ തോതിൽ അവിടെ ആരാധകരുള്ളൊരു സ്ഥലമാണോ ഈ തൊപ്പിക്കൊക്കെ മലപ്പുറത്ത്? മലപ്പുറത്ത് തൊപ്പിക്ക് പ്രത്യേകമായിട്ടുള്ള ആരാധകരുണ്ട് എന്നൊരു അഭിപ്രായം എനിക്കില്ല. പൊതുസമൂഹത്തിനകത്ത് ഇവർക്ക് ചില നീക്കങ്ങൾ നടത്താനുള്ള ആളുകൾ നിലനിൽക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഈ പുതുതലമുറയെ ആകർഷിക്കാൻ നമ്മൾ പല പ്രവർത്തനങ്ങളും നടത്തി ഈ മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കൾ ചെറിയ കുട്ടികളിലേക്കും മറ്റും കൈമാറുന്ന പല DJ പാർട്ടികൾ ഉൾപ്പെടെ നടത്താറുണ്ടല്ലോ. അത്തരത്തിൽ ഇതും അതിന്റെ ഭാഗമായി നടക്കുന്ന ഒന്നായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. പിന്നെ എന്താണ് ഈ ഒരു കടയുടെ ഉദ്ഘാടനത്തിനൊക്കെ അവിടെ ആളുകൾ തൊപ്പിയെ വിളിക്കുന്നു, തൊപ്പി വരുമ്പോൾ അവിടെ മുഴുവൻ ബ്ലോക്ക് ആകുന്നു, കാണാൻ കുട്ടികളുടെ വലിയ പ്രവാഹം, യുവാക്കൾ എത്തുന്നു. അപ്പൊ അത്രയും ഇൻഫ്ലുവൻസ് ഉണ്ടോ ഇദ്ദേഹത്തിനൊക്കെ? അത് ഈ നമ്മുടെ ഈ യൂട്യൂബും മറ്റുമൊക്കെ അതിനനുകൂലമായി നിലനിൽക്കുന്നത് കൊണ്ടാണ്. അത് ശരി. ഇത് ഈ വിപത്തിനെ തടയാൻ ഇന്നെങ്കിലും ഒരു ഗവൺമെന്റ് ഉണ്ടായതിൽ അഭിമാനം കൊള്ളുകയാണ്. ബഹുമാനായ ശ്രീ ആഭ്യന്തരമന്ത്രി, നമ്മുടെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല ഈ പുതിയ നീക്കം നടത്തുന്നതിനെ സമൂഹം പൂർണ്ണമായും പിന്തുണക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊരു ഹയർ സെക്കൻഡറി അധ്യാപകനാണ്. ഞാൻ ഈ കുട്ടികളുമായി പല കാര്യങ്ങളും സംവദിക്കാറുണ്ട്. എന്ത് വിഷയമാണ് ഇഫ്തിഖാർ പഠിപ്പിക്കുന്നത്? ഞാൻ എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് ആണ്. അതെ. അപ്പൊ എക്കണോമിക്സിന്റെ ഒരു വ്യൂവിൽ നോക്കുമ്പോൾ ഇപ്പൊ എനിക്ക് വേറൊരു കമന്റ് അയക്കുകയാണ്, തൊപ്പിയെ പോലുള്ള ആളുകൾക്ക് ഭയങ്കര വരുമാനമാണെന്നാണ് പറയുന്നത്. അപ്പൊ പഠിച്ച് ജോലി വാങ്ങിക്കുന്നതിനേക്കാൾ എക്കണോമിക്കലി പ്രോഫിറ്റബിൾ ആകുകയാണ് തൊപ്പിയുടെ പണി എന്നാണ്. ഈ പണിയാൽ നേരം വെളുത്ത് വൈകുന്നേരം വരെയും രാത്രിയും ഒരു പണി എടുക്കേണ്ടതില്ല. കാരണം ഇവരെ പിന്തുണക്കാൻ ആളുകൾ സ്വാഭാവികമായിട്ട് നിലനിൽക്കും. ഇതൊരു ശൃംഖലയാണ്. ഇതൊരു തൊപ്പി മാത്രമല്ല, തൊപ്പികളുടെ വലിയ കൂട്ടം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ തൊപ്പിക്കൂട്ടത്തെ അടിച്ച് തകർക്കണം. അതിന് നമ്മുടെ ന്യൂസ് കേരള ഉൾപ്പെടെയുള്ള സംരംഭങ്ങൾ സമൂഹ മനസാക്ഷിക്ക് അനുകൂലമായി പ്രതികരിക്കാൻ തയ്യാറാകണം. എനിക്ക് ഈ പൊതുവേദി ഇത്തരത്തിലുള്ള ഒരു ചർച്ച സംഘടിപ്പിക്കാൻ തയ്യാറായതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്ന് ലഹരിയാണ് ഏറ്റവും മാരകമായിട്ടുള്ള വസ്തു. കുട്ടികളെ നശിപ്പിക്കുന്ന ഈ മാരകമായ വസ്തുവിനെ ഇല്ലായ്മ ചെയ്യാൻ മാധ്യമ ലോകം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ ഉത്തരവാദിത്വം ജുഡീഷ്യറി കഴിഞ്ഞാൽ പിന്നെ മാധ്യമമാണ്. ആ മാധ്യമ ലോകത്തിനകത്ത് ഇതുപോലെ ഏറ്റവും നല്ല ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ പ്രേക്ഷകർക്കും സമൂഹത്തിനും അവസരം നൽകിയതിന് ന്യൂസ് കേരളയോട് നന്ദി പറയുകയാണ്. ഇത്തരത്തിലുള്ള ആളുകളെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കം പൊതുസമൂഹം കൂട്ടത്തോടെ സ്വീകരിക്കണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഞാൻ കേരളം ഭരിക്കുന്ന ഈ ഗവൺമെന്റിനെ പ്രശംസിക്കുകയാണ്. നമ്മുടെ അടുത്ത കാലത്തൊന്നും കാണാത്ത ഓപ്പറേഷൻ കുബേരയ്ക്ക് ശേഷം ഇപ്പോൾ ഇതാ ഓപ്പറേഷൻ തൂഫാൻ. ഇത് കേരള ജനതയെ രക്ഷിക്കും. ഇതായതുകൊണ്ടാണ്. ഓക്കെ, വളരെ നന്ദി അങ്ങയുടെ അഭിപ്രായം. എന്നോടൊപ്പം ചേരുന്നത് സജനയാണ്. ശ്രീമതി സജന, ഹലോ, നമസ്കാരം.
ശ്രീമതി സജന ഈ തൊപ്പിയുടെ പോലെ ഉള്ള യൂട്യൂബുകളിലോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കേവലം ഒരു തൊപ്പി എന്ന് മാത്രമുള്ള ഒരു വ്യക്തിയെ കുറിച്ചല്ല നമ്മൾ പറയേണ്ടത്. എനിക്ക് തോന്നുന്നത് ഓരോ ഇൻഫ്ലുവൻസർമാർക്കും കിട്ടുന്ന സ്വാധീനം എന്തുകൊണ്ടായിരിക്കും എന്ന് വെച്ചാൽ അവരുടെ നിലപാടുകളാണ്. അപ്പൊ കൊച്ചുകുട്ടികളെ സ്വാധീനിക്കുന്ന രീതിയിൽ ഏറ്റവും മോശമായ കാര്യം, നമ്മൾ സമൂഹത്തിൽ പണ്ട് അറപ്പോടെയും വെറുപ്പോടെയും കണ്ടുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് വല്ലാത്തൊരു സ്വീകാര്യതയാണ് കൊടുക്കുന്നത്. ഏതൊരു തെറ്റും 4 പേർ ശരിയാണെന്ന് പറയുമ്പോൾ അത് സമൂഹം ശരിയായി ഏറ്റെടുക്കുന്നു. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരവസ്ഥ. അപ്പൊ നല്ലത് ചീത്ത എന്നൊന്നില്ല. നമുക്കിപ്പോ കേരള സംസ്കാരം എന്നൊന്നില്ല, ഭാരത സംസ്കാരം ഒന്നൊന്നില്ല. നമ്മൾ എവിടെയാണോ നമുക്ക് അങ്ങനെ അവകാശപ്പെടുന്ന യാതൊന്നുമില്ല. അത് വസ്ത്രത്തിന്റെ കാര്യത്തിലായാലും ലഹരിയുടെ കാര്യത്തിലായാലും ഒന്നുമില്ല. അപ്പൊ മനുഷ്യന്റെ ശരീരത്തിനും മനസ്സിനും നല്ലതെന്തോ അത് സമൂഹത്തിന് നല്ലതാണ്. പക്ഷെ നമ്മൾ ഇന്ന് കാണുന്നത് നേരെ തിരിച്ചാണ്. നമുക്ക് അധ്യാപകർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, മാതാപിതാക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അവരെക്കാൾ ഏറെ സ്വാധീനം ഇന്ന് ഇൻഫ്ലുവൻസർമാർക്കാണ്. അപ്പൊ ഈ ഇൻഫ്ലുവൻസർമാർ എങ്ങനെ വർദ്ധിക്കുന്നു എന്ന് ചോദിച്ചാൽ നിമിഷ നേരം കൊണ്ട് കിട്ടുന്ന, യാതൊരു പ്രയത്നവും ഇല്ലാതെ കിട്ടുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസും അതുപോലെ തന്നെ അധ്വാനിക്കാതെ കിട്ടുന്ന കോടിക്കണക്കിന് കാശുകളുമാണ്. അപ്പൊ ഇവയാൾ കേവലം ഒരു കുട്ടിയോ ഒരു വ്യക്തിയോ പറ്റി പറഞ്ഞതല്ല. നമുക്കറിയാം, മുമ്പ് നമ്മൾ പറയും മറ്റുള്ള വീട്ടിലെ കാര്യങ്ങൾ വന്ന് സംസാരിക്കുന്നവരെ നമ്മൾ ഏറ്റവും മോശത്തോടെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അടുത്ത വീട്ടിലെ സ്വകാര്യത വന്ന് നമ്മുടെ വീട്ടിൽ പറയുന്ന പരദൂഷണക്കാരായിട്ടാണ് നമ്മൾ വ്യക്തികളെ കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ഫാഷനായി മാറി, അത് യൂട്യൂബിൽ റവന്യൂ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഉപാധിയായി മാറി. അങ്ങനെയാണ് തീർച്ചയായിട്ടും മാറി. അതിന് വല്ലാത്ത സ്വീകാര്യതയാണ്. നമ്മൾ പണ്ട് തൊട്ടടുത്ത വീട്ടിലെ കാര്യം വന്ന് നമ്മുടെ വീട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളെ എങ്ങനെയാ കണ്ടുകൊണ്ടിരുന്നത്? അയ്യോ, അവര് വെറുതെ മോശം സ്ത്രീയാണ്, മറ്റുള്ളവരുടെ കാര്യം വന്ന് പറയുന്നു. ഇന്ന് നമ്മൾ അങ്ങനെയല്ല. എല്ലാവരുടെയും വീട്ടിൽ നടക്കുന്ന കാര്യം, അവർ ഒരു ദിവസം ഡെയിലി എങ്ങനെയാണ് വീട്ടിൽ പെരുമാറുന്നത്, എങ്ങനെ ജീവിക്കുന്നു എന്നറിയാൻ നമുക്ക് ആകാംക്ഷയാണ്. അത് പറയുമ്പോൾ അതിനെ വിറ്റ് 1000 പേരാണ് മറ്റ് കാശുകൾ ഉണ്ടാക്കുന്നത്. അതിൽ തന്നെ നമുക്കറിയാം, നമ്മളെല്ലാവരും ഏറ്റവും ഹൈ ലെവൽ ഉദ്യോഗസ്ഥർ തൊട്ട് ഏറ്റവും താഴേക്കിടയിലുള്ള സാധാരണ ജനങ്ങൾക്ക് വരെ ഇന്ന് കയ്യിൽ മൊബൈലിലാണ്. അത് തൊഴിലുറപ്പ് പോകുന്ന ആളുടെ കയ്യിലും ഉണ്ട്. ഏറ്റവും ഉന്നതമായ പദവിയിൽ ഇരിക്കുന്ന ആളുകളുടെ കയ്യിലും ഈ സ്മാർട്ട് ഫോൺ ലഭ്യമാണ്. എല്ലായിടത്തും നമ്മൾ നോക്കിയാൽ സെക്യൂരിറ്റി സ്റ്റാഫ് ആണെങ്കിലും എവിടെ ചെന്നാലും നമുക്ക്, ഡോക്ടേഴ്സ് ആണെങ്കിലും എവിടെ ചെന്നാലും അവർ ഓപ്പൺ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ റീൽസുകളാണ്. അപ്പൊ ഇത് നമ്മളെ തെറ്റാണെന്നല്ല, അത് അത്രയേറെ. സജന ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്? ഞാൻ അധ്യാപക മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഏത് വിഷയമാണ് പഠിപ്പിക്കുന്നത്? അങ്ങനെ പൊതുവായിട്ട് എനിക്ക് പരസ്യമായിട്ട് അങ്ങനെ ഒരു പറയാൻ താല്പര്യമില്ല സാർ. അപ്പൊ ഞാനൊരു അധ്യാപികയാണ്. അപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് കുട്ടികളെ സ്വാധീനിക്കുന്നതെല്ലാം ഇൻഫ്ലുവൻസർമാർ തന്നെയാണ്. മാതാപിതാക്കൾക്കോ അധ്യാപകർക്കോ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്വീകാര്യത അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇതും കുറയണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു ഇത് ആരാണ് അവരുടെ അഡ്രസ്സ് സ്വന്തമാക്കുക മാത്രമല്ല അതിന്റെ ബന്ധപ്പെട്ട അധികാരികൾ ഇവർക്കൊരു നിയന്ത്രണം കൊണ്ടുവരിക. പിന്നെ ഇനി എത്ര നിയന്ത്രിച്ചാലും ഇവരെ തന്നെ കാണാൻ കോടിക്കണക്കിന് ജനങ്ങൾ തയ്യാറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫുട്ബോൾ ലഹരിയൊക്കെ ഇന്ന് ആളുകൾക്കുണ്ടല്ലോ. അപ്പം പഴയതുപോലെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളുടെ സജീവമായിട്ടുള്ള സ്വാധീനം വേണം. അതുണ്ടായിരുന്നെങ്കിൽ വളരെ നന്നാവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആളുകൾ കുറെ, ഇപ്പൊ നമുക്ക് മലബാർ ഏരിയയിലൊക്കെ കാണാം, ഒരുപാട് ആളുകൾ ഇതിനോട് വല്ലാത്തൊരു അഭിനിവേശമാണ് കാണിക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങള് സ്കൂളുകളിലും അതെ അതെ നമ്മുടെ. ഓക്കെ, അപ്പൊ വളരെ നന്ദി സജന ടീച്ചർ പ്രതികരിച്ചതിന്. അപ്പൊ പ്രതിഭ എന്നോടൊപ്പം ചേരുന്നത് പാലക്കാട് നിന്നാണ്. ശ്രീമതി പ്രതിഭ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം സംഭവിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നോടൊപ്പം ഇലിയാസ് കൂടി ചേരുന്നുണ്ട് എറണാകുളത്ത് നിന്ന്. ശ്രീ ഇലിയാസ്. ഹലോ. ഇലിയാസ് തൊപ്പിയുടെ ഇതൊക്കെ കാണുന്നുണ്ടോ? ഇലിയാസ് തൊപ്പിയുടെ ഞാൻ കാണാറില്ല സാറേ. നമുക്ക് അല്ലാതെ ഇഷ്ടം പോലെ യൂട്യൂബ് കിടക്കല്ലേ, പിന്നെ തൊപ്പിയുടെ കാണുന്നത്. അത് ശരി. അപ്പൊ ഈ കേസിൽ ഈ തൊപ്പിക്കെതിരെ വന്ന ആരോപണങ്ങളിൽ എന്തെങ്കിലും ന്യായമുണ്ടാകുവാൻ സാധ്യതയുണ്ടോ? ന്യായമുണ്ടാവാണ്ടിരിക്കില്ല. തൊപ്പിനെ പോലെയുള്ള എങ്ങനെയുള്ള തൊപ്പികളെ എല്ലാത്തിനെയും പിടിച്ച് അകത്താക്കണം. ശരി, ഓക്കെ. ഗൗതം എന്നോടൊപ്പം ചേരുന്നു. ഒരു കാര്യം. ഹലോ. ഒരു കാര്യം പറയൂ സാറേ. നമ്മളെ ഈ സാറിന് നമ്മള് ന്യൂസിലേക്ക് വിളിച്ച് നമ്മുടെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ LDF സർക്കാർ 15 മാസത്തോളം കുടിശ്ശികയാക്കി വെച്ച പെൻഷൻ UDF സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ന്യൂസ് സാറിനെ പോലെയുള്ളവർക്ക് സാധിക്കുമോ? ഞങ്ങൾക്ക് 15 മാസം പെൻഷൻ കിട്ടാനുണ്ട് സാറേ. അതെ, നമ്മൾ പലതവണ ഇത് വാർത്തയൊക്കെ വന്നതാണ് ഇത്. പക്ഷേ ഇതിൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളും ഇത് തുടർച്ചയായി എല്ലാവരും ഈ വിഷയം സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥരുടെയൊക്കെ ശ്രദ്ധയിൽ ഇങ്ങനെ പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, യെസ്. ഗൗതം എന്നോടൊപ്പം ചേരുന്നു കാസർഗോഡ് നിന്ന്. ഗൗതം. നമസ്കാരം. ഗൗതം ഈ തൊപ്പിയുടെ ഇതൊക്കെ കാണുന്നുണ്ടോ? ഈ ലാസ്റ്റത്തെ ഒരു വീഡിയോ കണ്ടിരുന്നു. ഈ എന്തുകൊണ്ടായിരിക്കും തൊപ്പിയോട് ആളുകൾക്ക് ഇങ്ങനെ വലിയ ഇഷ്ടം തോന്നുന്നത്? ഇത് അദ്ദേഹത്തിന്റെ ഭാഷയാണോ?
അവൻ എന്തോ ഇപ്പൊ ആദ്യം ഇങ്ങനെ പറയുന്നത് കണ്ടിട്ടാണ് ജനങ്ങൾ ഇങ്ങനെ കാണാൻ തുടങ്ങിയതെന്ന് തോന്നുന്നു. അത് ശരി. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ പലതരം ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഇത് സമൂഹം ഗൗരവത്തിലെടുക്കണോ അതോ ഇവരെ തള്ളിക്കളയുകയാണോ കൂടുതൽ നല്ലത് ഗൗതം? തീർച്ചയായും സമൂഹം കേസെടുക്കേണ്ട വകുപ്പ് അടക്കം ഉണ്ടല്ലോ. ലഹരി അടക്കം അവരെ വീട്ടിൽ നിന്ന് ഇതാക്കിയെന്നല്ലേ അവരെ വീഡിയോയിൽ തന്നെ പറയുന്നത്. അപ്പൊ വളരെ കേസെടുക്കേണ്ട വകുപ്പ് അടക്കം ഇല്ലേ? ശരി, ഓക്കെ. അപ്പോൾ വ്യക്തമാണ്. എനിക്കൊരു നമ്മുടെ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ ശ്രീമതി രമ്യ എന്നോടൊപ്പം ചേരുന്നത് കോഴിക്കോട് നിന്നാണ്. ശ്രീമതി രമ്യ അധ്യാപികയാണോ? അതെ സാർ, ഞാൻ BEd കഴിഞ്ഞതാണ്. ഇപ്പൊ ഞാൻ KSFE-യിൽ ബിസിനസ് പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് രണ്ടാം ശനിയാഴ്ച കുറേ ധാരാളം അധ്യാപകർ വിളിക്കുന്നുണ്ടായിരുന്നു. സ്ത്രീകളിൽ കൂടുതൽ അധ്യാപകരാണ്. അവരെ പഠിച്ചിട്ടുണ്ട്. ഏതായാലും BEd കഴിഞ്ഞ ആളാണ്. അപ്പോൾ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ഏറ്റവും ആശങ്കയുള്ള ആളുകൾ അധ്യാപകരാണ്. അപ്പോൾ തൊപ്പിയെക്കുറിച്ചുള്ള ഇത്തരം ചർച്ചകളിൽ അധ്യാപകർ സജീവമായി എത്തുന്നത് അതുകൊണ്ട് തന്നെയാകണം. അപ്പോൾ ശ്രീമതി രമ്യയ്ക്ക് എന്ത് തോന്നുന്നു? ഏതായാലും BEd ഒക്കെ കഴിഞ്ഞാണല്ലോ. ഇത് എന്തുകൊണ്ടായിരിക്കും കുട്ടികൾ ഇത്തരം തൊപ്പിയെ പോലുള്ള ആളുകളെ തേടി ട്രാഫിക് ബ്ലോക്കൊക്കെ വളാഞ്ചേരി പോലത്തെ സ്ഥലത്തൊക്കെ ഉണ്ടാക്കിയതിൻ്റെ കാരണം എന്തായിരിക്കും? അത് സാർ, തൊപ്പി ഒരാൾ മാത്രമല്ലല്ലോ, ഒരുപാട് പേരുണ്ട്. ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ കാര്യങ്ങള്, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതാണ് സത്യം എന്ന് വിചാരിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇത് കാണുമ്പോൾ തന്നെ അവർ വിചാരിക്കും. അവരുടെ ചിലപ്പോൾ റിയൽ ലൈഫ് അതൊന്നും ആയിരിക്കില്ല. അവർ ആ കുറച്ച് സെക്കൻഡ് മിനിറ്റുകൾ കാണിക്കുന്ന വീഡിയോയില് അവര് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫ് എടുത്ത്. ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്തൊക്കെയാണ് അവർക്ക് അറിയാത്ത കാര്യങ്ങളാണ് എന്തൊക്കെയോ പറയുന്നത്. അപ്പൊ അവർക്ക് അത് മൂലം ഉണ്ടാകുന്ന ഇത് ശരിക്കുള്ള ആൾക്കാർക്കുള്ള ബുദ്ധിമുട്ടൊന്നും അവർക്കറിയില്ല. അവർ ചിലപ്പോൾ കുറച്ച് മണിക്കൂർ കഴിഞ്ഞാൽ അവരത് ഓക്കെ തെറ്റായിപ്പോയി, അതങ്ങനെയല്ല, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ വിശ്വസിക്കുന്ന കുറെ കുട്ടികളും ഈ പറയുന്ന ചെറിയ കുട്ടികൾ, +2 ഒക്കെ ഉള്ള കുട്ടികളെ വീഡിയോസും അവരൊക്കെ ചെയ്യുന്ന അവരുടെ ഈ മേക്കപ്പ് വീഡിയോസ് അങ്ങനെയെല്ലാം ഉണ്ടാകുമ്പോൾ ഇതൊക്കെ ശരിയാണെന്ന് വിചാരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്. അപ്പം അതിനൊക്കെ കുറച്ചൊരു നിയന്ത്രണം ഉണ്ടായാലും നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ. അപ്പൊ ഇന്ന് അവധിയാണ്, വീട്ടിൽ ഇരിക്കുകയാണ് അല്ലേ? ആ, വീട്ടിലാണ് സാർ. അപ്പൊ മഴയൊക്കെ ഉണ്ടോ അവിടെ? ഭയങ്കര മഴയാണോ? ഇപ്പൊ മഴയില്ല, ഇപ്പൊ മഴ കുറവുണ്ട്. ഞാൻ കുറ്റ്യാടി ആണ്, കോഴിക്കോട്. കുറ്റ്യാടിക്കാർ. ഓക്കെ. അപ്പോൾ വളരെ നന്ദി. കുറ്റ്യാടിയിൽ നിന്നാണ് ശ്രീമതി രമ്യ വിളിച്ചത്. അപ്പോൾ ഒരു BEd കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ ധാരാളം അധ്യാപകർ ഇന്ന് നമ്മുടെ പൊതുവേദിയിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ മഞ്ചേരിയിൽ നിന്ന് ശ്രീ മുഹമ്മദ് കൂടി എന്നോടൊപ്പം ചേരുന്നു. മുഹമ്മദ് ഇർഷാദ്, നമസ്കാരം. മുഹമ്മദ് ഇർഷാദിന് എന്ത് തോന്നുന്നു? ഈ കേസിൽ പ്രത്യാരോപണങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഇത് ഒരു വ്യക്തിപരമായ ഒരു വിരോധം കൊണ്ട് പറഞ്ഞു തീർത്തതായിരിക്കും, അതോ ഇതൊക്കെ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണോ? ഒരിക്കലും ഇല്ല. ഇവരെല്ലാം ഡ്രാമ ആയിട്ട് നടക്കുന്ന സംഗതിയാണത്. അതെ. ഈ കാണുന്ന ജനങ്ങള് പൊട്ടന്മാരായി ആക്കാനുള്ള പരിപാടി അവർക്ക്. അത് ശരി. അപ്പൊ അത് അവരുടെ റീച്ചും പ്രസക്തിയും അവർക്ക് അവർക്ക് എന്ത് ബെനിഫിറ്റ് വെച്ചാൽ അവരുടെ റീച്ച് കൂടും. അതിനുവേണ്ടി ചെയ്യുന്നതാണ്. അതിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഇവര് തമ്മിൽ തച്ചു പിരിഞ്ഞു. അത് ശരി. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ മുഹമ്മദ് ഇർഷാദാണ് എന്നോടൊപ്പം മഞ്ചേരിയിൽ നിന്ന് ചേർന്നത്. ഒപ്പം രാജൻ തൃശ്ശൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജൻ. ശ്രീ രാജനൊക്കെ ഇത്തരം ഇൻഫ്ലുവൻസർമാരുടെ ഇൻഫ്ലുവൻസിൽ പെട്ടുപോകുന്ന ഭയക്കുന്നുണ്ടോ? ഇല്ലേ, അങ്ങനെ ഒരു സംഗതി എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പിന്നെ പറയാനുള്ളത് ന്യൂ ജനറേഷൻ ആണ്. നമ്മുടെ പഴയ കാലഘട്ടം എന്ന് പറയും, നമ്മുടെയൊക്കെ ചെറുപ്പക്കാലം എന്ന് പറയും, കുറച്ച് ഈ പറയുന്ന പോലെ പോക്കിരിത്തരങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ തലമുറയെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ അവരുടെ അച്ഛനമ്മമാർക്ക് സമയമില്ല. അപ്പൊ കുട്ടികളെ എന്തൊക്കെ നേരം ടൈം പാസിന് എന്തൊക്കെ കളിക്കുന്നു, എന്തൊക്കെ കാണുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ അച്ഛനമ്മമാർ ശ്രദ്ധിക്കണ്ടേ. ഇതാണ് നമുക്കിത് പറയാനുള്ളത്. കാരണം ഇപ്പൊ പണ്ട് കാലത്ത് എന്ന് പറയുമ്പോൾ ഒരു 35-40 കൊല്ലം മുപ്പാടൊക്കെ ഞാനൊക്കെ ഒരു 8-9 വയസ്സിലൊക്കെ എന്റെ മുമ്പിൽ കൂടി കഞ്ചാവ് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും ആ സാധനങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. എന്നാ വല്ലപ്പോഴും മദ്യം കഴിക്കട്ടെ, പറയാനുള്ള കാര്യങ്ങൾ പറയണല്ലോ. വല്ലപ്പത്തിരി മദ്യം കഴിക്കും. അതേപോലെ ഈ പറയുന്ന പോലെ പരിപാടികൾ കാണുക, അതിൽ കൂടി ഭ്രമം കൊള്ളുക, അല്ലെങ്കിൽ അതുകൊണ്ട് ആസ്വദിക്കുക, അങ്ങനെ പരിപാടിയില്ല. പക്ഷേ വീട്ടിലിരിക്കുന്ന അച്ഛനമ്മമാരും മക്കളുടെ റൂട്ടൊന്ന് ശ്രദ്ധിക്കുക, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അതിപ്പോ സെക്സ് പരമായിട്ടായാലും ഓപ്പണായിട്ട് സംസാരിക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കണം മാതാപിതാക്കള്. അല്ലാണ്ട് ഇപ്പൊ ഈ പറയുന്ന പോലെ യൂട്യൂബർമാർ അത് കാട്ടി ഇത് കാട്ടി അവരെ കുറ്റം പറയേണ്ട ആവശ്യം എന്താണ്? നമ്മുടെ മക്കളത് കാണണ്ടായെന്ന് നമ്മളെ മക്കളോട് പറഞ്ഞാൽ അവരതനുസരിച്ചാൽ അവർക്ക് നല്ലത്. അത് വ്യക്തമായി അച്ഛനമ്മമാരത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള
മര്യാദ കാണിക്കണം, അത്രേ ഉള്ളൂ. അവന്റെ മക്കളെ ഏത് വഴിക്ക് പോകണമെന്നുള്ള ശ്രദ്ധിക്കുന്നത് അവരാണ്. വ്യക്തമാണ്. അപ്പോൾ എന്നോട് അമ്പാടി പറയുന്നത് 4:44 ആയതുകൊണ്ട് മണിമല എത്തുമെന്നാണ്. അപ്പോൾ മണിമല എത്തിയിട്ടുണ്ട് കേട്ടോ. ശ്രീ കൃഷ്ണൻകുട്ടി, മണിമല ഈ യൂട്യൂബിൽ പല ആളുകൾ അങ്ങേ പ്രതീക്ഷിച്ചിരിക്കുക കേട്ടോ. എല്ലാവരും മണിമല ആണ് ഒരു പ്രധാന ചർച്ചാ വിഷയം. അങ്ങേ വിമർശിക്കുന്നവരുണ്ട്, അനുകൂലിക്കുന്നവരും ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമസ്കാരം. ഈ അവിടെ ഈ മണിമലയിലൊക്കെ തൊപ്പിക്ക് ആരാധകരുണ്ടോ ശ്രീകൃഷ്ണൻ? ഇല്ല, മണിമലയൊന്നുമില്ല. അതെന്താ മണിമലക്കാർക്ക് ഇത്തരക്കാരോട് ഒരു താല്പര്യമില്ലേ? അല്ല, മണിമലക്കാരൊക്കെ ഒരു കുറച്ചും കൂടെ അഡ്വാൻസ്ഡാ. ആണോ? അഡ്വാൻസ്ഡ്. അത് ശരി. ഈ തൊപ്പി എന്നുള്ള സംഭവമൊക്കെ നമ്മൾ ഇതിനകത്തൊക്കെ കണ്ടിട്ടുള്ളതല്ലേ, അതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. അപ്പൊ ഈ സാഹചര്യം എന്നെ കാത്തിരിക്കുന്നവർക്കും എന്നെ വിമർശിക്കുന്നവർക്കും ഒക്കെ എനിക്ക് നല്ല സന്തോഷമാണ് അതൊക്കെ കാണുമ്പോൾ അവർ പറയുന്നത് കേൾക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് മനുഷ്യ സഹജമാണ്. ഇതൊക്കെ എന്ത് കാര്യത്തിനോടാണെങ്കിലും നല്ല കാര്യം പറഞ്ഞാലും മോശക്കാര്യം പറഞ്ഞാലും അതിനെ എതിർക്കാനും അതിന്റെ കൂടെ നിൽക്കാനും ഒക്കെ ആൾക്കാരുണ്ടാവും. മനുഷ്യന്റെ മനസ്സ് അങ്ങനെയാണല്ലോ. ഇതിപ്പോ ഈ തൊപ്പി എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ചെറുപ്പക്കാരുടെ പരിപാടികളല്ലേ, അല്ലാതെ പ്രായമുള്ള ആൾക്കാരുടെ ഒന്നും അല്ലല്ലോ. ഒരു പ്രായം കഴിഞ്ഞവരൊന്നും അതിനൊന്നും പോവില്ലല്ലോ. നമ്മൾ ഈ പണ്ട് കലാലയത്തിന്റെ നാടകം ഉണ്ടായിരുന്നു, നാരദൻ കേരളത്തിൽ എന്ന് പറഞ്ഞിട്ട്. അതായത് പിന്നെ KPSC-യുടെ അല്ല, കലാലയത്തിന്റെ അതില് അത് സിനിമയൊക്കെ ആവുകയും ചെയ്തു പിന്നീട്. അന്ന് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് വലിയൊരു ഇതായിരുന്നു ഈ സ്റ്റേജിൽ. പിന്നെ വേറെ ഒരു പ്രേതത്തിന്റെ ഒരു നാടകം ഉണ്ടായിരുന്നു, അത് കടമറ്റത്ത് കത്തനാർ. അതെ. അതിന്റെ കഥ എന്താ വെച്ചാൽ ഇന്ദ്രലോകത്ത് ജനാധിപത്യം ഇല്ലെന്ന്, ജനാധിപത്യം എങ്ങനെ വളർത്തിലാക്കണമെന്ന് പഠിക്കാൻ വേണ്ടി അവിടെ നിന്ന് നാരദനെ കേരളത്തിലേക്ക് ഇടുന്ന ഒരു സംഭവമാണ് കഥ. അപ്പൊ നാരദൻ കേരളത്തിൽ വന്നിറങ്ങുന്ന ഒരു കടപ്പുറത്താണ് വന്നിറങ്ങുന്നത്. കടപ്പുറത്ത് വന്നിറങ്ങുമ്പോൾ അന്നത്തെ ഒരു സംസ്കാരമാണ് ഹിപ്പി സംസ്കാരം. ഓർക്കുന്നുണ്ടോ? ഹിപ്പി തലമുടി നീട്ടി വളർത്തി കയ്യിലൊരു ഒരു ഗിറ്റാറും ഒക്കെ പിടിച്ച് ബെൽബോട്ടം പാൻറ്റും ഒക്കെ ഇട്ട് ഒരു കഞ്ചാവ് പിടിയൊക്കെ വലിച്ച് നടക്കുന്ന ഒരു കഥാപാത്രം. അത്ര ആൾക്കാർ നിന്ന് പാടുന്നതൊക്കെയാണ് നാരദൻ. അതാണ് കണ്ടുകൊണ്ടാണ് കേരളത്തിലേക്ക് എത്തുന്നത്. ആദ്യം ഭൂലോകത്ത് വന്ന് അന്നത്തെ ഹിപ്പികളുടെ ഇന്നത്തെ ഒരു മോഡേൺ വെർഷനാണോ തൊപ്പി? അങ്ങനെയാണെന്നാണ് ഞാനിപ്പം ഇത്രയും കാര്യങ്ങൾ കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാ. പക്ഷെ അതൊരു കാലം കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറിപ്പോയി. ഈ ഹിപ്പി സംസ്കാരത്തിലേക്ക് അന്നൊക്കെ കോളേജിലൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് പലരും ആ ഹിപ്പിയുടെ അത് ഹിപ്പി കുറെ കൂടെ പൊളിറ്റിക്കലായിരുന്നു. അന്ന് അമേരിക്കയിൽ വലിയ ഒരു റെവല്യൂഷനായി വന്ന ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് കൂടിയാണ് ഹിപ്പീസം. അതിനെ ചുവട് പിടിച്ചാണ് ഇവിടെ പല ആളുകളും അതിന്റെ ഭാഗമായി വന്നത്, അല്ലേ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കണ്ടിട്ട് അനുകരിച്ചവരൊക്കെ വേറെയാണ്. അവരുടെ ഡ്രസ്സിലൂടെ മാത്രം അനുകരിക്കുക, വീഡിയോ കളിച്ച് നടക്കുക, ബെൽബോട്ടം പാൻറ് ഇടുക, തലമുടി നീട്ടി വളർത്തുക, അങ്ങനെയൊക്കെയുള്ള സംഭവം. അങ്ങനെ ടോംസിന്റെ കാർട്ടൂണിൽ ഒരു അപ്പി ഹിപ്പി ഉണ്ടായിരുന്നു. അത് തന്നെ, ബോവനും മകളിക്കകത്ത് ഒരു ഹിപ്പി ഉണ്ടായിരുന്നു. അപ്പൊ അത് ആ കഥാപാത്രത്തെ കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നുന്നോ അതാണ് ഇപ്പോഴത്തെ ഈ പറഞ്ഞ തൊപ്പി കാണുമ്പോൾ ആ ഹിപ്പിയും ഇപ്പോഴത്തെ തൊപ്പിയൊക്കെ വലിയ വ്യത്യാസം ഇല്ലാത്ത കാര്യങ്ങളാണ്. ശരി. അപ്പൊ മറ്റ് പ്രേക്ഷകർ കൂടി നിൽക്കുന്നുണ്ടാണ്. ഏതായാലും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അങ്ങേ കാത്തിരുന്ന ആളുകൾക്കെല്ലാം സന്തോഷമായി കാണുന്നു. 1978 കലാരൂപമാണ് ഹിപ്പി എന്ന് പറയുന്നു എന്നോട് ഗോളാന്തരം. അപ്പം ജോനത്തൻ എന്നോട് പറയുന്നു 10 മണി ഇവർ ലൈവ് ഇടും, രാത്രി 2 മണി വരെ ഗെയിം കളിക്കും, കാണാൻ 10,000 പേരിൽ കൂടുതൽ, കുട്ടികൾക്ക് ഉറക്കം പോലും ഇല്ല, അതുകൊണ്ട് വീട്ടുകാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് എന്നോട് ജോനത്തൻ പറയുന്നു. തൊപ്പിക്ക് ഒരുപാട് ആരാധകരുണ്ട്, ഒരുപാട് പൈസയുണ്ട് എന്നൊക്കെ ചില പ്രേക്ഷകർ എന്നോട് എഴുതുന്നു. അപ്പോൾ 10 തലമുറയ്ക്ക് കഴിയാനുള്ള പൈസ ഒക്കെ ഉണ്ട് എന്ന് പറയുന്നു. ധർമ്മസ്ഥല വിഷയത്തിൽ പ്രകാശ് രാജ് കുടുങ്ങി എന്ന് എന്നോട് കൃഷ്ണദാസ് പറയുന്നുണ്ട്. ഓക്കെ, എന്ത് ക്രിമിനൽ കുറ്റമുണ്ടായാലും സിനിമയ്ക്ക് മേലേക്ക് ഇടുന്നവർ ഇതൊക്കെ ഒന്ന് കാണൂ. സ്ട്രീമിംഗ് ഇൻഫ്ലുവൻസറാണ് ഇവർ കൊടുക്കുന്നത്. തൊപ്പി മാത്രമല്ല, അശ്ലീലം പറയുന്ന സായിപ്പോപ്പിയോ എന്ന യൂട്യൂബർ കൂടി ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, എനിക്കറിയില്ല, ഞാനത് കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ അഭിപ്രായം പറയുന്നില്ല. രാഹുൽ രാജ് എന്നോടൊപ്പം ചേരുന്നു പാലക്കാട് നിന്നാണ്. ശ്രീ രാഹുൽ രാജ്. നമസ്കാരം. ശ്രീ രാഹുൽ രാജ്, ഹിപ്പി കാലഘട്ടത്തെക്കുറിച്ച് ഓർമ്മയുണ്ടോ? ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എത്ര പ്രായമുണ്ട്? എനിക്ക് 33 ആണ്. അപ്പൊ ഹിപ്പികളെ കുറിച്ച് ഓർമ്മയുണ്ടാവില്ല അല്ലേ? കേട്ട് പരിചയം മാത്രമേ ഉണ്ടാവൂ. ഓക്കെ. അപ്പൊ ഈ 33 വയസ്സുള്ള ആളുകൾക്ക് തൊപ്പി ഒരു ആകർഷണീയ കഥാപാത്രമാണോ രാഹുൽ? ഇല്ല അങ്ങനെയില്ല. ഞങ്ങളുടെ താഴെയുള്ള ആളുകളുടെ ആണെന്ന്. അതായത് ഈ 2K കിഡ്സ് ഒക്കെ ഇല്ലേ, ജെൻസികളുടെ ആണ്. അതെ, നമ്മള് 90s ആണല്ലോ.
അപ്പോൾ ഹിപ്പി തൊപ്പിയോട് അത്ര ഒരു വലിയ താല്പര്യമില്ല. പക്ഷേ യൂട്യൂബിൽ തൊപ്പിക്ക് എങ്ങനെയാണ് ഇത്രയും സ്വാധീനം കിട്ടുന്നത് രാഹുൽ? അതായത് ഈ പറഞ്ഞ പോലെ തൊപ്പിയുടെ ഒരു പ്രശ്നം മാത്രമല്ല ഇത്. അതായത് നമ്മുടെ കുട്ടികൾ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ കൂടുതൽ സമയം ചെലവഴിക്കുകയാണ്. അപ്പൊ തന്നെ അവർക്ക് അവിടെ വേണ്ടതെല്ലാം ഉണ്ട്. ഇപ്പോ വൃത്തികേട് പറയുന്ന ആളുകൾക്ക് കൂടുതൽ സ്വീകാര്യത കിട്ടുന്നു എന്ന് കുറച്ചു മുമ്പ് ആരോ പറഞ്ഞതായിട്ട് സാർ വായിച്ചു. അപ്പോ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോം എല്ലാം ഇപ്പൊ നമ്മൾ മുമ്പ് ഒരു പൊതുവേദിയിൽ സംസാരിച്ചല്ലോ, ഈ മറ്റേ ബാത്റൂമുകളിലും അതുപോലെ ട്രെയിനിന്റെ ടോയ്ലറ്റുകളിലൊന്നും ഇപ്പൊ ആളുകൾ എഴുതുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോ അങ്ങനെയുള്ള ആളുകളെല്ലാം ഇപ്പോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോ അത്തരക്കാരുടെ ഒരു കൂട്ടം തന്നെ അവിടെ ഉണ്ട്. അവർക്ക് അവരുടേതായ ഒരു ലോകം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോ തൊപ്പിയുടെ കേസായാലും നേരത്തെ ഒരു ഈ ബുൾജെറ്റ് സഹോദരന്മാർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായല്ലോ, പോലീസുകാരൊക്കെ ആക്രമിച്ചു എന്നൊക്കെ പണ്ട്. അപ്പോ അവരുടെ വണ്ടി പിടിച്ചെടുത്തതിന് RTO ഓഫീസിൽ ചെന്ന് അതെ. അപ്പോ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നവമാധ്യമത്തിൽ ഒരു ലോകം തന്നെ ഉണ്ട്. നമ്മൾ റിയാലിറ്റി കൂടുതൽ ഉൾക്കൊള്ളാത്ത കുറെ ആളുകൾ അതിലുണ്ട്. അത് നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറമാണ് ഇതിന്റെ ഒരു സ്വാധീന വലയം എന്ന് പറയുന്നത്. അപ്പോ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികളുടെ പണ്ടൊക്കെ നമ്മുടെ നമ്മുടെയൊക്കെ ബാഗുകളും അതുപോലെ പോക്കറ്റുകളും പാന്റിന്റെ പോക്കറ്റൊക്കെ പരിശോധിക്കുമായിരുന്നു വീട്ടുകാർ. അപ്പോ അതുപോലെ നമ്മളിപ്പോ കുട്ടികളുടെ മൊബൈലിന്റെ ഹിസ്റ്ററി പരിശോധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. സമയം ഇങ്ങനെ അതിക്രമിക്കുന്നതുകൊണ്ടാണ്. വളരെ നന്ദി രാഹുൽ നമ്മളോടൊപ്പം പ്രതികരിച്ചതിന്. എന്നോടൊപ്പം ശ്രീമതി വത്സല തൃശ്ശൂരിൽ നിന്നാണ് ചേരുന്നത്. ഹലോ, ഞാൻ വത്സലയാണ്. തൃശ്ശൂർ ഗവൺമെന്റ് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത പ്രൊഫസറാണ്. ശരി. എന്ത് വിഷയമാണ് ടീച്ചർ പഠിപ്പിച്ചത്? ഞാൻ ഇംഗ്ലീഷ് ആയിരുന്നു. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഓക്കെ. എനിക്ക് 78 വയസ്സായി. ഞാനൊരു അമ്മൂമ്മയാണ്. അപ്പൊ അമ്മൂമ്മമാർക്കാണ് പേരക്കുട്ടികളുടെ മനസ്സ് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റും അല്ലേ? അതെ, ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. ഞങ്ങളുടെ അമ്മൂമ്മയുടെ ചുറ്റും ഇരുന്നാണ് ഞങ്ങൾ വളർന്നു വലുതായി. അമ്മൂമ്മ ഇങ്ങനെ കഥ പറയും, പല പലഹാരങ്ങൾ ഉണ്ടാക്കി തരും, നല്ല നല്ല കഥകൾ പറഞ്ഞു തരും അമ്മൂമ്മ. പലഹാരം തിന്ന് കഥ കേട്ട് കടന്ന ആ കാലം മാറി ഹിപ്പികളും തൊപ്പികളുമാണ് ഇപ്പോ കുട്ടികളെ. അല്ല, ഞാൻ അതിലേക്കാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അമ്മൂമ്മമാർക്ക് യാതൊരുവിധ കണക്ഷനും ഇല്ല ഇന്നത്തെ യങ്ങർ ജനറേഷനുമായിട്ട്. മാതാപിതാക്കൾ എന്റെ മക്കൾ രണ്ടുപേരും വിദേശത്താണ്. അപ്പൊ എനിക്ക് ആ അമ്മൂമ്മമാരായിരുന്നു കുട്ടികൾക്ക് ഏറ്റവും അധികം കണക്ഷൻ കൊടുക്കാൻ സാധ്യതയുണ്ടായിരുന്ന വ്യക്തികൾ. ആ ഒരു ലിങ്ക് പോയി കഴിഞ്ഞു. പിന്നെ അച്ഛനും അമ്മയും ഏതു നേരം മൊബൈലില്ല. വീട്ടിൽ വന്നാൽ അത് മുന്നിൽ വെച്ചിട്ട് ഇരുന്നിട്ടാ ഭക്ഷണം കഴിക്കണത്. ഹോട്ടലിൽ നിങ്ങൾ പോയി നോക്കിക്കോളൂ, അവിടെ ആരുടെയും മുഖത്തേക്ക് നോക്കില്ല, മൊബൈൽ വെക്കും, ഓർഡർ ചെയ്യും, ഭക്ഷണം കഴിക്കുന്നത് മൊബൈലിൽ നോക്കിയിട്ട്. ഈ ഇങ്ങനെയുള്ള അച്ഛനും അമ്മയ്ക്കും എങ്ങനെ കുട്ടികൾക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റും? മോനെ, നീ അത് മൊബൈലിൽ എടുത്ത് മാറ്റി വെക്കുന്ന എങ്ങനെ പറയാൻ പറ്റും? അച്ഛനും അമ്മയും ഓരോ മുറിയിലിരുന്നത് നോക്കുക. അപ്പൊ പിന്നെ ഹിപ്പി കൾച്ചർ, അത് സാമ്പത്തികമായി നല്ല സ്ഥിതിയുള്ള കുടുംബത്തിലെ കുട്ടികൾ അത് മടുത്തട്ട് ചെയ്ത സംഗതികളാണ്. അന്ന് ടീച്ചറൊക്കെ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഹിപ്പികൾ ധാരാളം ഉണ്ടായി കാണും അല്ലേ ക്ലാസ്സിലൊക്കെ? ഹിപ്പി കൾച്ചർ. ഞാൻ ഗ്രാമപ്രദേശം മടപ്പള്ളി കോളേജ്, ഗവൺമെന്റ് കോളേജ്, പട്ടാമ്പി കോളേജ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാ. അവിടെയൊന്നും ഇതല്ല. ഹിപ്പി കൾച്ചർ അതൊന്നുമില്ല. അതൊക്കെ വല്ല എറണാകുളം, തിരുവനന്തപുരം അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത്. അപ്പൊ ഞാൻ എന്താ പറയണേന്ന് വെച്ച് കഴിഞ്ഞാൽ, മാതാപിതാക്കൾ ആദ്യം മൊബൈൽ ഫോൺ മാറ്റി വെക്കുക. കുട്ടികൾക്ക് മാതൃകയാകേണ്ടത് അച്ഛനും അമ്മയുമാണ്. ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും മക്കളും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുക. ഐ കോണ്ടാക്ട് ഇല്ല കുട്ടികൾക്ക്. അവിടെ വന്നിരിക്കുന്ന ആളുകളുമായി ഒരു ഐ കോണ്ടാക്ട് ഇല്ല. അവരുടെ ശ്രദ്ധ മൊബൈലിലാണ്. അപ്പൊ ഞാൻ ഒരു കുട്ടിയുടെ അടുക്ക ഇരുന്നിട്ട് എന്താ മോന്റെ പേര്, ആ പേര് പറയും. അത് കഴിഞ്ഞിട്ട് ഈ അമ്മൂമ്മയെ കൊണ്ട് ശല്യാണല്ലോ എന്ന മുഖഭാവത്തോടു കൂടെ മാറും. അപ്പൊ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആ ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇനി പറ്റില്ല. കാരണം അവരൊരു സ്ഥലത്ത്, നമ്മൾ വേറൊരു സ്ഥലത്ത്. മാതാപിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ കാര്യത്തില്. ആ ശ്രദ്ധ എത്ര കൊടുക്കുന്നുവോ അത് അവര് മാതൃകയായിരിക്കണം. അവരുടെ മൊബൈൽ വീട്ടിൽ വന്നാൽ ഓൺ ചെയ്യില്ല എന്നൊരു തീരുമാനം എടുക്കണം. അങ്ങനെ സാവകാശത്തിൽ ഒരു വൺ ഫൈൻ മോർണിംഗ് അത് ശരിയാവില്ല. സാവകാശത്തിൽ അത് നടത്തിക്കൊണ്ടുവരണം. ഓക്കെ. അപ്പോൾ വളരെ നന്ദി ടീച്ചർ വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. അപ്പോൾ വളരെ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ടീച്ചർ നമുക്കൊപ്പം പങ്കുവെക്കുന്നത്. കാരണം പഴയൊരു തലമുറയിലെ അധ്യാപികയ്ക്കും ഇപ്പോൾ ഈ തലമുറയിലെ അധ്യാപകരും ഒക്കെ ഇന്ന് ധാരാളം പൊതുവേദിയിലേക്ക് വിളിച്ചു.
കുട്ടികളുടെ ഒരു ഭാവിയെക്കുറിച്ച് ആശങ്കയുള്ള ഒരു വലിയ വിഭാഗമാണ് അധ്യാപകർ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ചർച്ച സംഘടിപ്പിക്കുമ്പോൾ അവരൊക്കെ അതിൻ്റെ ഭാഗവാക്കുകൾ ആകുന്നത് എന്നത് നമുക്ക് അറിയാം. അപ്പോൾ ഇവരെല്ലാം ഒരുപോലെ ആശങ്കപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നു. അതിൽ ചില തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകണം. അത് ആർക്കും ആരെയും അങ്ങനെ അതിരുവിട്ട് നിയന്ത്രിക്കാനാകില്ല. അത് ചിലതൊക്കെ സ്വയം അവരവരറിഞ്ഞ് നിയന്ത്രിക്കുകയും മറ്റു ചിലത് നിയമനിർമ്മാണം ആവശ്യമായ ഘട്ടങ്ങളിൽ അതൊക്കെ വരികയും വേണം. ഏതായാലും ഈ വിഷയം ഞാൻ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. ഈ തൊപ്പിക്കെതിരെയുള്ള ഈ കേസുകളിൽ നടപടി ഉണ്ടാകുമോ, തൊപ്പി കുടുങ്ങുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ 90% ആളുകൾ എന്നോട് പറഞ്ഞത് ഇത്തവണ തൊപ്പിക്കെതിരെ നടപടി കൂടുതൽ കർശനമാകും, തൊപ്പി കുടുങ്ങാനൊക്കെ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ആളുകൾ എന്നോട് പറയുന്നത്. ഏതായാലും ഒരു സമൂഹത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതിൻ്റെ യുവതലമുറയാണെന്ന് നേരത്തെ നമ്മളോട് അധ്യാപകർ ഒക്കെ നമ്മളോട് സംസാരിച്ചവർ പറയുന്നതാണ്. ആ ഒരു യുവതലമുറ ആരെ കണ്ടാണ് വളരേണ്ടത്, ആരിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടേണ്ടത് എന്നൊരു ചോദ്യം നമുക്ക് മുന്നിലുണ്ട്. സമൂഹത്തിൻ്റെ ഭാവി അതാണ് നിർണ്ണയിക്കുക. സമൂഹത്തോടുള്ള ഉത്തരവാദിത്വമുള്ള ഒരു അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുന്ന, നേട്ടങ്ങൾ കൈവരിച്ച, മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളെ ആയിരിക്കണം യുവതലമുറ അവരുടെ റോൾ മോഡലുകൾ ആക്കേണ്ടത്. ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ കുട്ടികൾ മനസ്സും അതുപോലെ സ്വപ്നങ്ങളുമൊക്കെ രൂപപ്പെടുത്തേണ്ടത് വെറും ഇൻഫ്ലുവൻസർമാരിലൂടെയല്ല, സമൂഹത്തിന് വെളിച്ചം പകരുന്ന വ്യക്തികളായിരിക്കണം അവരുടെ റോൾ മോഡൽമാർ. അധ്യാപകർ, മാതാപിതാക്കൾ, ശാസ്ത്രജ്ഞർ, കായിക താരങ്ങൾ, കലാസാംസ്കാരിക സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, സാമൂഹിക പ്രതിബദ്ധതയോടുകൂടിയുള്ള വ്യക്തികൾ, ഇവരൊക്കെയാണ് സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതെന്ന് അവർ തിരിച്ചറിയേണ്ടതുണ്ട്. അവരാണ് നമ്മുടെ യഥാർത്ഥ പ്രചോദനങ്ങൾ. അപ്പോൾ ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.